ചേര രാജവംശത്തിൻ്റെ നാടകീയ ചരിത്രം. കേരളത്തിൻ്റെ പുരാതന ഹൃദയം. ഓഡിയോ ബുക്കിനായി കൂടുതൽ നാടകീയത ഉൾപ്പെടുത്തിയിരിക്കുന്നു. വഞ്ചിയുടെ വീരഗാഥ. ഉദിയൻ ചേരലാഥൻ്റെ യുഗം. വഞ്ചിയുടെ പ്രതാപം. പടിഞ്ഞാറൻ കടലിൻ്റെ ഉപ്പുരസമുള്ള കാറ്റ് വഞ്ചിയുടെ കോട്ടമതിലുകളിൽ തലോടി. പെരിയാറിൻ്റെ നദീമുഖത്ത് മുജിരിസ് തുറമുഖത്ത് യവനക്കപ്പലുകൾ നങ്കൂരമിട്ടു. അവയുടെ പായ്മരങ്ങൾക്കിടയിൽ സ്വർണത്തിൻ്റെ തിളക്കവും സുഗന്ധദ്രവ്യങ്ങളുടെ മണവും കലർന്നു. കുരുമുളകിൻ്റെ തീവ്രഗന്ധവും ഏലത്തിൻ്റെ മാദകത്വവും വായുവിൽ തങ്ങി. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങൾ. ചേരനാടിൻ്റെ സുവർണയുഗം. വഞ്ചി ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായി, തമിഴകത്തിൻ്റെ ഹൃദയമായി തുടിച്ചു. തുറമുഖത്ത് യവന വ്യാപാരികൾ അവരുടെ വിചിത്രമായ വസ്ത്രങ്ങളിൽ കുരുമുളകിൻ്റെ ചാക്കുകൾ പരിശോധിച്ചു. റോമൻ സ്വർണ്ണ നാണയങ്ങൾ, വൈനിൻ്റെ മൺകുടങ്ങൾ, സ്ഫടികവും പവിഴവും അവർ നൽകി. മുജിരിസ് ലോകത്തിൻ്റെ സുഗന്ധദ്രവ്യപ്പെട്ടകം എന്നൊരു യവനൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ കിഴക്കിൻ്റെ സമ്പത്തിൽ മുഴുകി. ചേരനാടിൻ്റെ സമ്പത്ത് ഈ വ്യാപാരത്തിലായിരുന്നു. കടലിൻ്റെ മറുകരയിൽ റോമൻ എഴുത്തുകാരൻ പ്ലിനി ഈ സുഗന്ധദ്രവ്യങ്ങൾക്കായി റോമിൻ്റെ സ്വർണം ഇന്ത്യയിലേക്ക് ഒഴുകുന്നതിനെക്കുറിച്ച് പരിതപിച്ചു. വഞ്ചിയുടെ കൊട്ടാരത്തിൽ ഉദിയൻ ചേരലാഥൻ തൻ്റെ സിംഹാസനത്തിലിരുന്നു. ഒരു യോദ്ധാവിൻ്റെ ശക്തിയും ഭരണാധികാരിയുടെ ഔദാര്യവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകാശിച്ചു. ചേരലാഥൻ എന്ന പേര്, ചേരന്മാരുടെ നാടിൻ്റെ അധിപൻ എന്ന പേര് തമിഴകത്തെ ബഹുമാനത്തോടെ ഉച്ചരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കേരളപുത്രർ അഭിമാനത്തോടെ നെഞ്ചുയർത്തി നിന്നു. തൃശൂർ, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ഈ പ്രദേശങ്ങൾ ചേര സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭാഗമായിരുന്നു. കുങ്കുനാടിൻ്റെ അതിർത്തികളിലും അദ്ദേഹത്തിൻ്റെ കൊടി പാറി. കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് സംഘകവികൾ പുറനാന്നൂരിലെ വരികൾ ആലപിച്ചു. ചേരന്റെ വാൾ മിന്നുന്നു കടലിൻ്റെ നീലിമയിൽ, അവൻ്റെ ഔദാര്യം നദിയെപ്പോലെ ഒഴുകുന്നു. ഉദിയന്റെ ഭരണം ഒരു യോദ്ധാവിൻ്റെ ശക്തിയും ദാനശീലത്തിൻ്റെയും സമന്വയമായിരുന്നു. തിണൈ എന്ന സാമൂഹിക വ്യവസ്ഥയിൽ കുറിഞ്ചിയിലെ വേട്ടക്കാർ, മുല്ലയിലെ കർഷകർ, മരുതത്തിലെ നെൽകൃഷിക്കാർ, നെയ്തലിലെ മത്സ്യബന്ധനക്കാർ, പാലയിലെ യോദ്ധാക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചേരനാടിൻ്റെ സമൃദ്ധി നിലനിർത്തി. മുരുകന്റെ ക്ഷേത്രങ്ങളിൽ വെള്ളിവേലികൾ തിളങ്ങി. ജൈന-ബുദ്ധ സന്യാസിമാർ മലനിരകളിൽ ധ്യാനിച്ചു. എന്നാൽ ഈ സമാധാനത്തിൻ്റെ നിഴലിൽ ഒരു കൊടുങ്കാറ്റൊളിഞ്ഞിരുന്നു. കിഴക്ക് ചോളനാട്ടിൽ കരികാലൻ എന്ന യുവനേതാവ് തൻ്റെ സിംഹാസനത്തെ ശക്തമാക്കുകയായിരുന്നു. വെന്നി എന്ന അതിർത്തി പ്രദേശത്ത് ചോളപ്പടയുടെ കാലടികൾ മുഴങ്ങി. ചാരന്മാർ ഉദിയന്റെ ചെവിയിൽ മന്ത്രിച്ചു, പ്രഭു, കരികാലൻ ഒരു സഖ്യം രൂപീകരിക്കുന്നു. പാണ്ഡ്യന്മാരും ചില ചെറു രാജാക്കന്മാരും അവനോടൊപ്പം ചേർന്നേക്കാം. ഉദിയന്റെ കണ്ണുകൾ കടലിന്റെ നീലിമയിലേക്ക് നോക്കി. വെന്നി, അദ്ദേഹം മന്ത്രിച്ചു, അവിടെ നമ്മുടെ വിധി തീരുമാനിക്കപ്പെടും. അദ്ദേഹം തന്റെ വാൾ ഉറയിൽ നിന്നൂരി അതിന്റെ മിന്നുന്ന ബ്ലേഡിൽ ചേരനാടിന്റെ പ്രതാപം പ്രതിഫലിച്ചു. നമ്മുടെ മണ്ണ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അഭിമാനം, ഇവയെല്ലാം ഞാൻ സംരക്ഷിക്കും. യുദ്ധത്തിന്റെ കാറ്റ്. വഞ്ചിയുടെ കൊട്ടാരത്തിന്റെ മണിമണ്ഡപത്തിൽ വെണ്ണീർ മുത്തുകൾ കോർത്ത് തിരശീലകൾ കാറ്റിൽ അലയടിച്ചു. മുജിരിസ് തുറമുഖത്തിന്റെ ഗന്ധം, കുരുമുളകിന്റെ തീവ്രതയും ഏലത്തിന്റെ മാദകത്വവും അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഉദിയൻ ചേരലാഥൻ, ചേരനാടിന്റെ പെരുന്തലവൻ, തന്റെ മഹോഗണി സിംഹാസനത്തിലിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പെരിയാറിന്റെ നീലിമയിലേക്ക് നോക്കി. എന്നാൽ അവയിൽ ഒരു കൊടുങ്കാറ്റിന്റെ നിഴൽ തെളിഞ്ഞു. ചാരന്മാർ കൊണ്ടുവന്ന വാർത്തകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചു. കരികാലൻ വെന്നിയിൽ പടനിരത്തുന്നു എന്ന് ചാരനേതാവ് വേലൻ മന്ത്രിച്ചു. ചോളപ്പട പാണ്ഡ്യന്മാരുടെ ചില വിഭാഗങ്ങളോടും ചെറു രാജാക്കന്മാരോടും സഖ്യം ചേർന്നിരിക്കുന്നു. അവരുടെ കുതിരപ്പടയും ആനപ്പടയും അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നു. ഉദിയന്റെ മുഖം ശാന്തമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിരലുകൾ വാളിന്റെ കൈപ്പിടിയിൽ മുറുകി. കരികാലൻ, അദ്ദേഹം പറഞ്ഞു, ശബ്ദത്തിലൊരു യോദ്ധാവിന്റെ ധൈര്യം. അവൻ ചോളനാടിന്റെ അഭിമാനമുയർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ചേരനാടിന്റെ മണ്ണിൽ അവന്റെ കൊടി പാറില്ല. കൊട്ടാരത്തിന്റെ മുറ്റത്ത് സംഘകവി കപ്പിക്കാട്ട് ഭദ്രൻ പുറനാന്നൂറിലെ വരികൾ ആലപിച്ചു. ചേരന്റെ വാൾ കടലിന്റെ അലകൾ പോലെ ശത്രുക്കളെ തകർക്കുന്നു. അവന്റെ ഔദാര്യം നദിയെപ്പോലെ പ്രജകളെ പോറ്റുന്നു. ഉദിയന്റെ ഭരണം ഉദിയോദ്ധാവിന്റെ ശക്തിയും
ഒരു പിതാവിന്റെ കരുണയും സമന്വയിപ്പിച്ചിരുന്നു. മുജിരിസ് തുറമുഖത്ത് യവന വ്യാപാരികൾ സ്വർണ്ണനാണയങ്ങളും വൈനിന്റെ മൺകുടങ്ങളും നൽകി കുരുമുളകിന്റെ ചാക്കുകളും ഏലത്തിന്റെ കെട്ടുകളും വാങ്ങി. റോമൻ എഴുത്തുകാരൻ പ്ലിനി പരാമർശിച്ചതുപോലെ മുജിരിസ് ലോകത്തിന്റെ സുഗന്ധദ്രവ്യ പെട്ടകമായിരുന്നു. പവിഴം, സ്ഫടികം, ഗോമേതകം എന്നീ വസ്തുക്കൾ കടലിന്റെ മറുകരയിൽ നിന്ന് ചേരനാടിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. എന്നാൽ വെന്നിയിൽ ഒരു യുദ്ധം അടുത്തുവരികയായിരുന്നു. ഉദിയൻ തന്റെ സേനാപതിമാരെ വിളിച്ചുകൂട്ടി. നീലൻ, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സേനാപതി, മുന്നോട്ടു വന്നു. പ്രഭോ, നമ്മുടെ സേന സജ്ജമാണ്. കുതിരപ്പട, ആനപ്പട, കാൽനടപ്പട എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. പാണ്ഡ്യന്മാരുടെ ഒരു വിഭാഗം നമ്മോടൊപ്പം ചേരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാണ്ഡ്യന്മാർ? ഉദിയൻ ചിന്തിച്ചു. അവരുടെ വാഗ്ദാനങ്ങൾ കാറ്റുപോലെയാണ്, നീലൻ. എങ്കിലും നമുക്ക് അവരുടെ വാൾ വേണം. അദ്ദേഹം എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ ഉയർന്ന ബാൽക്കണിയിലേക്ക് നടന്നു. താഴെ പെരിയാറിന്റെ തീരത്ത് ചേരന്മാരുടെ കൊടികൾ കാറ്റിൽ പാറി. വെന്നിയിലേക്ക് പുറപ്പെടാൻ ആജ്ഞ നൽകുക. ചേരനാടിന്റെ അഭിമാനം ഞാൻ സംരക്ഷിക്കും. സൈന്യമൊരുങ്ങി. കുറിഞ്ചിയിലെ വേട്ടക്കാർ, മരുതത്തിലെ കർഷകർ, നെയ്തലിലെ മത്സ്യബന്ധനക്കാർ എല്ലാവരും യുദ്ധത്തിനായി ഒന്നിച്ചു. യുദ്ധത്തിന്റെ ദിനങ്ങൾ അണിത്തുവന്നു. വഞ്ചിയുടെ വീഥികളിൽ ഒരു നിശബ്ദമായ ആവേശം നിറഞ്ഞു. വെന്നിയിലെ പോർക്കളം. വെന്നിയിലേക്കുള്ള യാത്ര ഒരു മഹായജ്ഞം പോലെയായിരുന്നു. പെരിയാറിന്റെ തീരം വിട്ട് ചേരപ്പട മലനിരകളും നെൽവയലുകളും കടന്നു. കോയമ്പത്തൂരിന്റെ അതിർത്തിയോടടുത്ത് വെന്നിയുടെ പുൽമേടുകൾ വിശാലമായി പരന്നുകിടന്നു. കാറ്റിൽ പുല്ലിന്റെ മണം, യുദ്ധത്തിന്റെ മുഴക്കം. ഉദിയൻ തന്റെ കുതിരയുടെ മുകളിൽ സൈന്യത്തെ നയിച്ചു. അദ്ദേഹത്തിന്റെ കവചം സൂര്യന്റെ പ്രകാശത്തിൽ തിളങ്ങി. ചേരന്മാരെ, നമ്മുടെ മണ്ണിന്റെ അഭിമാനം നിന്റെ വാളിലാണ്, അദ്ദേഹം അലറി. വെന്നിയിൽ ചോളുപട ഒരുങ്ങിയിരുന്നു. കരികാലൻ ചോളനാടിന്റെ ഉദയനക്ഷത്രം തന്റെ സൈന്യത്തെ തന്ത്രപൂർവ്വം നിരത്തി. അവന്റെ കുതിരപ്പട, ആനകൾ, കാൽനടപ്പട എല്ലാം ഒരു കൊടുങ്കാട്ടിന്റെ ശക്തിയോടെ മുന്നേറി. പാണ്ഡ്യന്മാരുടെ ഒരു ചെറുവിഭാഗം ചേരന്മാരോടൊപ്പം നിന്നു. എങ്കിലും അവരുടെ എണ്ണം കുറവായിരുന്നു. യുദ്ധമാരംഭിച്ചു. അമ്പുകൾ ആകാശത്തെ മേഘങ്ങളെപ്പോലെ പറന്നു. കുതിരകളുടെ കുളമ്പടികൾ ഭൂമിയെ കുലുക്കി. ആനകളുടെ ശബ്ദം പോർക്കളത്തെ മുഖരിതമാക്കി. ഉദിയൻ തന്റെ സേനാപതി നീലനോടൊപ്പം ചേരപ്പടയെ മുന്നോട്ടു നയിച്ചു. മുന്നോട്ടു ചേരന്മാരെ, അദ്ദേഹം വിളിച്ചു. അദ്ദേഹത്തിന്റെ വാൾ മിന്നൽ പിണർ പോലെ ശത്രുക്കളെ വെട്ടിനുറുക്കി. എന്നാൽ കരികാലന്റെ തന്ത്രങ്ങൾ മൂർച്ചയേറിയതായിരുന്നു. ചോളപ്പട ഇരുവശത്തു നിന്നും ചേരന്മാരെ വളഞ്ഞു. ഒരു വിഭാഗം പിൻവാങ്ങുന്നതായി നടിച്ച് ചേരപ്പടയെ ആകർഷിച്ചു. പെട്ടെന്ന് കരികാലന്റെ കുതിരപ്പട മിന്നൽ വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. ചേരന്മാർ സംഘടിതമായ ഒരാക്രമണത്തിനു മുന്നിൽ പിന്തിരിഞ്ഞു. ഉദിയൻസിന്റെ ശരീരത്തിൽ മുറിവുകളേറ്റെങ്കിലും അദ്ദേഹം പോരാടി. നമ്മുടെ മണ്ണ്, അദ്ദേഹം അലറി തന്റെ കുതിരയെ മുന്നോട്ട് നയിച്ചു. വെന്നിയുടെ പുൽമേടുകൾ രക്തവും പൊടിയും കലർന്ന ഒരു യുദ്ധഭൂമിയായി മാറി. ചോളന്മാരുടെ അമ്പുകൾ ആകാശത്ത് കറുത്ത മേഘങ്ങളെപ്പോലെ ചേരുനാടിന്റെ സൈന്യത്തിനുമേൽ പതിച്ചു. കുതിരകളുടെ കുളമ്പടികൾ ഭൂമിയെ കുലുക്കി. ആനകളുടെ അലർച്ച പോർക്കളത്തെ മുഖരിതമാക്കി. ഉദിയൻ ചേരലാതൻ തന്റെ കവചത്തിൽ സൂര്യന്റെ പ്രകാശം തിളങ്ങി കുതിരപ്പുറത്ത് നിന്ന് സൈന്യത്തെ നയിച്ചു. അദ്ദേഹത്തിന്റെ വാൾ മിന്നൽ പിണർ പോലെ ശത്രുക്കളെ വെട്ടിനുറുക്കി. ചേരുനാടിന്റെ അഭിമാനം, അദ്ദേഹം അലറി. ശബ്ദം യുദ്ധത്തിന്റെ ഗർജനത്തിനിടയിൽ മുഴങ്ങി. നീലൻ, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സേനാപതി, അടുത്തുനിന്ന് പോരാടി. പ്രഭോ, ചോളന്മാർ നമ്മെ വലയുന്നു. അവൻ മുന്നറിയിപ്പ് നൽകി. കയ്യിലെ കുന്തം ഒരു ചോളയോദ്ധാവിനെ തുളച്ചുകൊണ്ട്. ഉദിയന്റെ കണ്ണുകൾ കരികാലന്റെ ചോളക്കുടിയിൽ ഉറപ്പിച്ചു. അവിടെ ചോളന്റെ സൈന്യം ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ മുന്നേറി. അവന്റെ തന്ത്രങ്ങൾ നമ്മെ തകർക്കില്ല, ഉദിയൻ പറഞ്ഞു. കുതിരയെ മുന്നോട്ട് നയിച്ചു. എന്നാൽ കരികാലന്റെ ചോളപ്പട തന്ത്രപൂർവ്വം നീങ്ങി. അവരൊരു വിഭാഗത്തെ പിൻവാങ്ങുന്നതായി നടിച്ച് ചേരുപാണ്ഡ്യ സഖ്യത്തെ ആകർഷിച്ചു. പെട്ടെന്ന് ചോളന്മാരുടെ കുതിരപ്പട ഇരുവശത്തു നിന്നും മിന്നൽ വേഗത്തിൽ ആക്രമിച്ചു. ചേരുനാനന്റെ ആനകൾ ശത്രുവിന്റെ അമ്പുകൾക്ക് മുന്നിൽ അലറി. എങ്കിലും അവയുടെ ശക്തി ക്ഷയിച്ചു. പാണ്ഡ്യന്മാരുടെ ചെറുവിഭാഗം ചേരുനാടിനോടൊപ്പം പോരാടിയെങ്കിലും അവർക്ക് ചോളന്മാരുടെ എണ്ണത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല. ഉദിയന്റെ തോളിൽ ഒരമ്പ് തറച്ചു. രക്തം കവചത്തിലൂടെ ഒഴുകി. എന്നാൽ അവൻ വീണില്ല. നമ്മുടെ മണ്ണിനു വേണ്ടി
അദ്ദേഹം വിളിച്ചു, വാളുയർത്തി ഒരു ചോളയോദ്ധാവിനെ വെട്ടി. എന്നാൽ ചോളന്മാരുടെ വലയം മുറുകി. പിന്മാറുക, നീലൻ അലറി. പ്രഭു, നമ്മുടെ സൈന്യത്തെ സംരക്ഷിക്കണം. ഉദിയൻ വേദനയോടെ തന്റെ സൈന്യത്തെ പിൻവാങ്ങാൻ ആജ്ഞാപിച്ചു. ചേരുപാണ്ഡ്യ സഖ്യം വെന്നിയിൽ തോറ്റെങ്കിലും പൂർണ്ണമായി തകർന്നില്ല. ആനകൾ, കുതിരകൾ, കാൽനടപ്പട എല്ലാം മുറിവേറ്റെങ്കിലും പെരിയാറിന്റെ തീരത്തേക്ക് മടങ്ങി. കരികാലന്റെ ചോളക്കൊടി വെന്നിയുടെ പുൽമേടുകളിൽ പാറി. എങ്കിലും ഉദിയന്റെ ധൈര്യം പുറനാനൂട്ടിൽ കവികൾ പാടിയതുപോലെ എക്കാലവും ഓർമ്മിക്കപ്പെട്ടു. ചേരുനാടിന്റെ വാൾ തോൽവിയിലും അഭിമാനത്തിന്റെ തീപ്പൊരി വിതറുന്നു. മുജിരിസിന്റെ തുടിപ്പ്. വെന്നിയിലെ തോൽവി ചേരുനാടിന്റെ ഹൃദയത്തിൽ ഒരു മുറിവായിരുന്നു. എങ്കിലും മുജിരിസ് തുറമുഖം അതിന്റെ സമൃദ്ധിയിൽ തുടർന്നും തിളങ്ങി. പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന ഗ്രീക്ക് ഗ്രന്ഥം മുജിരിസുവിനെ കിഴക്കിന്റെ വ്യാപാര നഗരം എന്ന് വിശേഷിപ്പിച്ചു. പെരിയാറിന്റെ നദീമുഖത്ത് യവനക്കപ്പലുകൾ മഴക്കാറ്റിന്റെ കാറ്റിനെ ആശ്രയിച്ച് സ്വർണ്ണനാണയങ്ങളുമായി എത്തി. കുരുമുളക്, ഏലക്കം, കറുവാപ്പട്ട, ഇഞ്ചി ഈ സുഗന്ധദ്രവ്യങ്ങൾ ചേരനാടിന്റെ സമ്പത്തിന്റെ നട്ടെല്ലായിരുന്നു. പകരം യവനർ റോമിൽ നിന്ന് വൈൻ, പവിഴം, ഗോമേതകം, സ്ഫടികം, ഗ്ലാസ് വസ്തുക്കൾ, മൺകുടങ്ങൾ എന്നിവ കൊണ്ടുവന്നു. മുജിരിസ് ഒരു വ്യാപാര കേന്ദ്രം മാത്രമല്ല, ഒരു സാംസ്കാരിക സമന്വയത്തിന്റെ കേന്ദ്രമായിരുന്നു. യവന വ്യാപാരികൾ അവരുടെ വിചിത്രമായ വസ്ത്രങ്ങളിൽ മുജിരിസിന്റെ തെരുവുകളിൽ നടന്നു. അവർ മുരുകന്റെ ക്ഷേത്രങ്ങളിൽ വെള്ളിവെയിലിനു മുന്നിൽ ആശ്ചര്യത്തോടെ നിന്നു. നിന്റെ ദൈവങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെപ്പോലെയാണ്, ഒരു യവനൻ ഒരു ചേരനാട്ടുകാരനോട് പറഞ്ഞു. ഒരു റോമൻ സ്വർണ്ണനാണയം കൈമാറുന്ന ചിഹ്നം. ജൈനബുദ്ധ സന്യാസിമാർ മുജിരിസിന്റെ അടുത്തുള്ള മലനിരകളിൽ ശാന്തിയുടെ സന്ദേശം പ്രചരിപ്പിച്ചു. ഈ നാട് ലോകത്തിന്റെ ഒരു ചെറിയ പ്രതിബിംബമാണ്, ഒരു ബുദ്ധസന്യാസി പറഞ്ഞു. മുജിരിസിന്റെ വ്യാപാരം മഴക്കാറ്റിന്റെ കാറ്റിനെ ആശ്രയിച്ചിരുന്നു. പെരിപ്ലസ് പ്രകാരം യവനക്കപ്പലുകൾ മൺസൂൺ കാറ്റിന്റെ ശക്തിയിൽ അറബിക്കടലിനെ കടന്ന് മുജിരിസിലേക്കെത്തി. ഈ കാറ്റാണ് ചേരുനാടിന്റെ സമ്പത്തിന്റെ ജീവനാഡി. പട്ടണം എന്ന സ്ഥലത്ത് പുരാവസ്തു ഗവേഷകർ റോമൻ മൺകുടലാമ്പ്, ഗോമേതകം, ഗ്ലാസ് ശകലങ്ങൾ എന്നിവ കണ്ടെത്തി. മുജിരിസിന്റെ വ്യാപാരത്തിന്റെ വ്യാപ്തി തെളിയിക്കുന്നു. നിന്റെ കുരുമുളക് റോമിന്റെ രാജന്മാർക്ക് രുചി നൽകുന്നു, ഒരു യവന വ്യാപാരി ചേരനാട്ടുകാരനോട് പറഞ്ഞു, ഒരു ചാക്ക് കുരുമുളകിന്റെ മണമാസ്വദിച്ചുകൊണ്ട്. അധ്യായം 3. തോൽവിയുടെ നിഴലിൽ. വെന്നിയിൽ നിന്ന് മടക്കിയാത്ര ഒരു നിശബ്ദമായ പ്രകടനമായിരുന്നു. ചേരനാടിന്റെ സൈന്യം മുറിവേറ്റ് എങ്കിലും അഭിമാനം നഷ്ടപ്പെടുത്താതെ പെരിയാറിന്റെ തീരത്തേക്ക് മടങ്ങി. ഉദിയൻ തന്റെ കുതിരപ്പുറത്തെ മുറിവുകളോടെ എന്നാൽ ഉയർന്ന തലയോടെ സൈന്യത്തെ നയിച്ചു. നമ്മുടെ മണ്ണിപ്പോഴും നമ്മുടേതാണ്, അദ്ദേഹം പറഞ്ഞു. ശബ്ദം ദൃഢമായിരുന്നു. വെന്നിയിലെ തോൽവി ചേരുനാടിന്റെ അന്ത്യമല്ല. കൊട്ടാരത്തിൽ ഉദിയൻ തന്റെ ഉപദേശകരെ വിളിച്ചുകൂട്ടി. നമ്മുടെ വ്യാപാരം, നമ്മുടെ പ്രജകൾ, നമ്മുടെ സംസ്കാരം ഇവയെല്ലാം നാം സംരക്ഷിക്കണം, അദ്ദേഹം പ്രഖ്യാപിച്ചു. ചേരനാടിന്റെ സാമൂഹിക ഘടന തിണൈ എന്ന 5 ഭൂവിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. കുറിഞ്ചിയിൽ വേട്ടക്കാർ മലനിരകളിൽ മാൻപിടുത്തവും ഔഷധസസ്യശേഖരണവും നടത്തി. മുല്ലയിൽ ഇടയന്മാർ പശുക്കളെ മേച്ച് പാലും തൈരും ഉൽപ്പാദിപ്പിച്ചു. മരുതത്തിൽ നെൽവയലുകളിൽ കർഷകർ നെല്ലും ധാന്യങ്ങളും വിളയിച്ചു. നെയ്തലിൽ മീൻപിടുത്തക്കാർ കടലിൽ നിന്ന് മീനും മുത്തും ശേഖരിച്ചു. പാലയിൽ യോദ്ധാക്കൾ തങ്ങളുടെ വാൾ മൂർച്ച കൂട്ടി യുദ്ധത്തിന് തയ്യാറെടുത്തു. ചേരുനാടിന്റെ മതവിശ്വാസങ്ങൾ ഹൈന്ദവ, ജൈന, ബുദ്ധ മതങ്ങളുടെ സമന്വയമായിരുന്നു. മുരുകന്റെ ക്ഷേത്രങ്ങളിൽ വെള്ളിവേലുകൾ തിളങ്ങി. ജൈനബുദ്ധ സന്യാസിമാർ മലനിരകളിൽ ശാന്തിയുടെ സന്ദേശം പ്രചരിപ്പിച്ചു. നിന്റെ ശക്തി നിന്റെ പ്രജകളുടെ ഐക്യത്തിലാണ്, ഒരു ജൈന സന്യാസി ഉദിയനോട് പറഞ്ഞു. യുദ്ധം നിന്റെ ആത്മാവിനെ തോൽപ്പിക്കരുത്. മുജിരിസിന്റെ തുറമുഖം വെന്നിയിലെ തോൽവിക്ക് ശേഷവും തുടർന്നും സമൃദ്ധമായിരുന്നു. യവന വ്യാപാരികൾ ചോളന്മാരുടെ വിജയത്തെക്കുറിച്ച് കേട്ടെങ്കിലും മുജിരിസിലേക്ക് മടങ്ങിവന്നു. നിന്റെ കുരുമുളക് റോമിന്റെ രാജന്മാർക്ക് വേണം, ഒരു യവനൻ പറഞ്ഞു. ഒരു മൺകുടം വൈൻ കൈമാറുന്നതായി പൊരിച്ചെന്നും. പൈതൃകം. വെന്നിയിലെ തോൽവി ചേരുനാടിന്റെ ഹൃദയത്തിൽ ഒരു മുറിവായിരുന്നെങ്കിലും അത് അവരുടെ ആത്മാവിനെ തകർത്തില്ല. വഞ്ചിയുടെ കോട്ടമതിലുകൾക്കുള്ളിൽ ഉദിയൻ ചേരലാതൻ തന്റെ മുറിവുകളോടെ എന്നാൽ അഭിമാനത്തോടെ തന്റെ പ്രജകളെ നയിച്ചു. നമ്മുടെ മണ്ണ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സംസ്കാരം ഇവയെല്ലാം നാം സംരക്ഷിക്കും, അദ്ദേഹം പ്രഖ്യാപിച്ചു.
ശബ്ദം കൊട്ടാരത്തിന്റെ മണിമണ്ഡപത്തിൽ മുഴങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പെരിയാറിന്റെ നീലിമയിലേക്ക് നോക്കി. അവിടെ മുജിരിസിന്റെ തുറമുഖം ലോകത്തിന്റെ വ്യാപാരഹൃദയമായി തുടിച്ചു. മുജിരിസ് ചേരുനാടിന്റെ സമ്പത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു. പെരിപ്ലസ് ഓഫ് ദ എരിത്രിയൻ സീ എന്ന ഗ്രീക്ക് ഗ്രന്ഥം മുജിരിസിനെ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരമെന്ന് വിശേഷിപ്പിച്ചു. മഴക്കാറ്റിന്റെ കാറ്റിനെ ആശ്രയിച്ച് യവനക്കപ്പലുകൾ റോമൻ സ്വർണ്ണനാണയങ്ങളുമായി പെരിയാറിന്റെ നദീമുഖത്ത് എത്തി. കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഇഞ്ചി ഈ സുഗന്ധദ്രവ്യങ്ങൾ റോമിലെ രാജകൊട്ടാരങ്ങളിലെത്തി. അവിടെ രാജന്മാർ അവയുടെ രുചിയിൽ മതിമറന്നു. പകരമായി യവനന്മാർ വൈനിന്റെ മൺകുടങ്ങൾ, പവിഴം, ഗോമേതകം, ഗ്ലാസുമുത്തുകൾ, സ്ഫടികം എന്നിവ കൊണ്ടുവന്നു. പട്ടണത്ത് നടന്ന പുരാവസ്തു ഗവേഷണം റോമൻ മൺകുടങ്ങൾ, ഗ്ലാസ് ശകലങ്ങൾ, ഓഗസ്റ്റസിന്റെ മുദ്രപതിച്ച സ്വർണ്ണനാണയങ്ങൾ എന്നിവ കണ്ടെത്തി മുജിരിസിന്റെ വ്യാപാരത്തിന്റെ വ്യാപ്തി തെളിയിക്കുന്നു. നിന്റെ കുരുമുളക് റോമിന്റെ ഭക്ഷണത്തിന് ജീവൻ നൽകുന്നു, ഒരു യവന വ്യാപാരി മുജിരിസിന്റെ തുറമുഖത്ത് ഒരു ചേരുനാട്ടുകാരനോട് പറഞ്ഞു. നിന്റെ നാട് ലോകത്തിന്റെ ഒരു വിസ്മയമാണ്. മുജിരിസിന്റെ തെരുവുകളിൽ യവനന്മാർ, ചേരുനാട്ടുകാർ, ജൈനബുദ്ധ സന്യാസിമാർ എന്നിവർ ഒരുമിച്ചു നടന്നു. മുരുകന്റെ ക്ഷേത്രങ്ങളിൽ വിള്ളിവേലുകൾ തിളങ്ങി. യവനന്മാർ അവയെ ആശ്ചര്യത്തോടെ നോക്കി. നിന്റെ ദൈവങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെപ്പോലെയാണ്, ഒരു റോമൻ വ്യാപാരി ഒരു മൺകുടം വൈൻ കൈമാറിക്കൊണ്ട്. ചേരുനാടിന്റെ സാമൂഹിക ഘടന തിണൈ എന്ന 5 ഭൂവിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. കുറിഞ്ചിയിൽ മലനിരകളിൽ വേട്ടക്കാർ മാൻപിടുത്തവും ഔഷധസസ്യശേഖരണവും നടത്തി. മുല്ലയിൽ ഇടയന്മാർ പശുക്കളെ മേച്ച് പാലും തൈരും ഉൽപ്പാദിപ്പിച്ചു. മരുതത്തിൽ നെൽവയലുകളിൽ കർഷകർ നെല്ലും ധാന്യങ്ങളും വിളയിച്ചു. പെരിയാറിന്റെ ജലം അവരുടെ വയലുകളെ സമൃദ്ധമാക്കി. നെയ്തലിൽ തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധക്കാർ കടലിൽ നിന്ന് മീനും മുത്തും ശേഖരിച്ചു. പാലയിൽ വരണ്ട ഭൂമിയിൽ യോദ്ധാക്കൾ തങ്ങളുടെ വാള് മൂർച്ചകൂട്ടി യുദ്ധത്തിന് തയ്യാറെടുത്തു. അകനാനൂറ്റിൽ കവികൾ പാടിയതുപോലെ കുറിഞ്ചിയുടെ മലകൾ മുരുകന്റെ വേലിന്റെ തിളക്കം, മരുതത്തിന്റെ വയലുകൾ ചേരുനാടിന്റെ ജീവനാഡി, ചേരുനാടിന്റെ മതവിശ്വാസങ്ങൾ ഹൈന്ദവ, ജൈന, ബുദ്ധമതങ്ങളുടെ സമന്വയമായിരുന്നു. മുരുകന്റെ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർ വെള്ളിവേലിനു മുന്നിൽ ഹോമം നടത്തി. ജൈനബുദ്ധ സന്യാസിമാർ മലനിരകളിൽ ശാന്തിയുടെ സന്ദേശം പ്രചരിപ്പിച്ചു. നിന്റെ ശക്തി നിന്റെ പ്രജകളുടെ ഐക്യത്തിലാണ്, ഒരു ജൈന സന്യാസി ഉദിയനോട് പറഞ്ഞു. നിന്റെ സാമ്രാജ്യം വെണ്ണിയിലെ തോൽവിയെ അതിജീവിക്കും. ഉദിയന്റെ ഭരണം വെണ്ണിയിലെ തോൽവിക്ക് ശേഷവും ചേരുനാടിന്റെ അഭിമാനമുയർത്തിപ്പിടിച്ചു. അദ്ദേഹം തന്റെ പ്രജകളെ ഒരുമിച്ചു നിർത്തി മുജിരിസിന്റെ വ്യാപാരം സംരക്ഷിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മുറിവുകൾ ശരീരത്തിന്റെ മാത്രമല്ല, ഹൃദയത്തിന്റെ കൂടിയായിരുന്നു. ഒരു പ്രഭാതത്തിൽ അദ്ദേഹം തന്റെ ഉപദേഷ്ടാക്കളെ വിളിച്ചുകൂട്ടി. നമ്മുടെ സാമ്രാജ്യം നമ്മുടെ പ്രജകളുടെ ശക്തിയിൽ നിലനിൽക്കും. നെടുംചേരലാതൻ ചേരുനാടിന്റെ അഭിമാനം പുനഃസ്ഥാപിക്കും. നെടുംചേരലാതൻ, കടലിന്റെ വീരനാഥൻ. പ്രോലോഗ്: പെരിയാറിന്റെ തുടിപ്പ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പെരിയാറിന്റെ തീരത്ത് വഞ്ചിനഗരം ഒരു സ്വപ്നം പോലെ ഉണർന്നു. സൂര്യൻ കിഴക്കൻ മലനിരകളിൽ നിന്ന് ഉദിച്ചപ്പോൾ അതിന്റെ സ്വർണരശ്മികൾ നദിയുടെ നീലിമയിൽ തിളങ്ങി. മുജിരിസ് തുറമുഖത്ത് യവനന്മാരുടെ കപ്പലുകൾ മൺസൂൺ കാറ്റിന്റെ ശക്തിയിൽ കുരുമുളകിന്റെയും ഏലത്തിന്റെയും സുഗന്ധവുമായി എത്തി. കപ്പലുകളുടെ പായ്മരങ്ങൾ ചേരനാടിന്റെ വില്ലടയാള കൊടിയോടൊപ്പം കാറ്റിൽ പാറി. 1-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ, ചേരനാടിന്റെ സുവർണയുഗം. വഞ്ചിയുടെ കോട്ടമതിലുകൾക്കുള്ളിൽ നെടുംചേരലാതൻ എന്ന യുവരാജൻ ഒരു യോദ്ധാവിന്റെ ശൗര്യവും ഒരു കവിയുടെ ഹൃദയവും വഹിച്ചു. നീണ്ട ചേരൻ എന്ന അവന്റെ പേര് തമിഴകത്തിന്റെ മണ്ണിൽ ഒരു വാഗ്ദാനമായി മുഴങ്ങി. അവന്റെ പിതാവ് ഉദിയൻ ചേരലാതൻ വെന്നിയിലെ യുദ്ധത്തിൽ ചോളന്റെ കരികാലിന്റെ കൈകളാൽ തോൽവിയേറ്റുവാങ്ങിയിരുന്നു. ആ തോൽവി നെടുംചേരലാതന്റെ ബാല്യത്തിൽ ഒരു തീപ്പണ്ടമായി ജ്വലിച്ചു. എന്നാൽ അവന്റെ ദൃഷ്ടി കരയിൽ മാത്രം ഒതുങ്ങിയില്ല. അവന്റെ ഹൃദയം കടലിന്റെ വിശാലതയിലേക്ക് നീണ്ടു. മുജിരിസിൽ യവന വ്യാപാരികൾ അവരുടെ വിചിത്രമായ വസ്ത്രങ്ങളിൽ കുരുമുളകിന്റെ ചാക്കുകൾ പരിശോധിച്ചു. റോമൻ സ്വർണ്ണനാണയങ്ങൾ, വൈനിന്റെ മൺകുടങ്ങൾ, പവിഴവും ഗോമേതകവും കൈമാറി. ഈ നാട് ലോകത്തിന്റെ സുഗന്ധദ്രവ്യപ്പെട്ടകമാണ് എന്ന് ഒരു യവനൻ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു പറഞ്ഞു. പെരിപ്ലസ് ഓഫ് ദി എരിത്രിയൻ സീ എന്ന ഗ്രീക്കു ഗ്രന്ഥം മുജിരിസിനെ കിഴക്കിന്റെ വ്യാപാര നഗരം എന്ന് വിശേഷിപ്പിച്ചു.
ചേരനാടിന്റെ സമ്പത്ത് ഈ കടൽ വ്യാപാരത്തിന്റെ തുടിപ്പിലായിരുന്നു. നെടുംചേരലാതൻ വഞ്ചിയുടെ കൊട്ടാരത്തിൽ തന്റെ സിംഹാസനത്തിലിരുന്നു. അവന്റെ മുഖത്ത് ഒരു യോദ്ധാവിന്റെ ധൈര്യവും ഒരു ഭരണാധികാരിയുടെ ദീർഘദർശിത്വവും പ്രകാശിച്ചു. 10 എന്ന സംഘകാലകൃതിയിൽ കവി പരനർ അവനെ വാഴ്ത്തി. നെടുംചേരലാതൻ കടലിന്റെ അധിപൻ. അവന്റെ വാൾ ശത്രുക്കളെ തകർക്കുന്നു. അവന്റെ ഔദാര്യം പ്രജകളെ പോറ്റുന്നു. കടലിന്റെ കാവൽക്കാരൻ. പെരിയാറിന്റെ തീരത്തെ വഞ്ചിയുടെ കോട്ടമതിലുകൾക്കപ്പുറം നെടുംചേരലാതൻ കടലിന്റെ നീലിമയിലേക്ക് ദൃഷ്ടിയുറപ്പിച്ചു. മൺസൂൺ കാറ്റ് പശ്ചിമതീരത്ത് ഒരു ഗർജനമായി വീശി യവനക്കപ്പലുകളെ മുജിരിസിന്റെ തുറമുഖത്തേക്ക് ആനയിച്ചു. അവന്റെ കവചം സൂര്യന്റെ സ്വർണ്ണരശ്മികളിൽ തിളങ്ങി. കയ്യിലെ വാൾ കടലിന്റെ അലകളെപ്പോലെ ഒരു ശക്തിയുടെ പ്രതീകമായി നിന്നു. നമ്മുടെ ശക്തി ഈ കടലിലാണ്, അവൻ തന്റെ വിശ്വസ്തനായ സേനാപതി നീലനോട് പറഞ്ഞു. ശബ്ദം ദൃഢമായിരുന്നു. ചോളന്റെ കരസേനയും പാണ്ഡ്യന്റെ ഖഡ്ഗവും ശക്തമാണ്, എന്നാൽ കടലിന്റെ നിയന്ത്രണം അത് നമ്മുടെ കൈകളിലാണ്. മുജിരിസ് ഒരു തുറമുഖം മാത്രമല്ല, തമിഴകത്തിന്റെ ജീവനാഡിയായിരുന്നു. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രീക്ക് ഗ്രന്ഥം മുജിരിസിനെ കിഴക്കിന്റെ വ്യാപാര നഗരം എന്ന് വിശേഷിപ്പിച്ചു. തുറമുഖത്ത് യവനന്മാർ വിചിത്രമായ വസ്ത്രങ്ങളിൽ കുരുമുളകിന്റെ ചാക്കുകൾ പരിശോധിച്ചു. അറബികൾ പവിഴവും മുത്തും കൈമാറി. ഈജിപ്ഷ്യൻകാർ വൈനിന്റെ മൺകുടങ്ങൾ ചേരനാടിന്റെ മണ്ണിൽ നിന്ന് ലഭിച്ച സുഗന്ധദ്രവ്യങ്ങളുമായി കൈമാറ്റം ചെയ്തു. കുരുമുളക്, ഏലം, കറുവപ്പട്ട, മുത്ത് ഇവയുടെ സുഗന്ധം കടലിനെ മറികടന്ന് റോമിന്റെ ഹൃദയത്തിലേക്കെത്തി. റോമൻ എഴുത്തുകാരൻ പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഇന്ത്യയിലേക്കൊഴുകുന്ന റോമിന്റെ സ്വർണത്തെക്കുറിച്ച് പരിതപിച്ചു. നിന്റെ സുഗന്ധദ്രവ്യങ്ങൾ റോമിന്റെ ഖജനാവിനെ ശൂന്യമാക്കുന്നു. എന്നാൽ നെടുംചേരലാതന് ഈ സ്വർണം ചേരനാടിന്റെ അഭിമാനമായിരുന്നു. യവനന്റെ പരാതി. ഒരു പ്രഭാതത്തിൽ മുജിരസിന്റെ തുറമുഖത്ത് ഒരു യവനക്കപ്പൽ വില്ലടയാളക്കൂടിക്ക് താഴെ നങ്കൂരമിട്ടു. കപ്പലിന്റെ പായ്മരങ്ങൾ കാറ്റിൽ അലയടിച്ചു. ഡെക്കിൽ ഒരു യവന വ്യാപാരി അലക്സോസ് എന്ന ഗ്രീക്ക് വഞ്ചിയുടെ കൊട്ടാരത്തിലേക്കെത്തി. അവന്റെ വസ്ത്രങ്ങൾ നീലനിറത്തിൽ സമുദ്രത്തിന്റെ നിറം പോലെ തിളങ്ങി. കൈകളിൽ ഒരു റോമൻ സ്വർണ്ണനാണയം. അഗസ്റ്റസിന്റെ മുഖം തിളങ്ങി. പ്രഭോ, അലക്സോസ് ശബ്ദം വിനയത്തോടെ എന്നാൽ ആശങ്കയോടെ പറഞ്ഞു. കടൽ കൊള്ളക്കാർ പശ്ചിമതീരത്ത് ഞങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുന്നു. ഞങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങൾ, വൈനിന്റെ കുടങ്ങൾ, സ്വർണം എല്ലാം അവർ കവർന്നെടുക്കുന്നു. മുജിരിസിന്റെ സുരക്ഷ ഞങ്ങളുടെ വിശ്വാസമാണ്. നെടുംചേരലാതന്റെ നെറ്റി ചുളിഞ്ഞു. അവന്റെ കണ്ണുകൾ ഒരു കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ് പോലെ തിളങ്ങി. എന്റെ കടലിൽ എന്റെ നിയമങ്ങൾ മാത്രം, അവൻ പ്രഖ്യാപിച്ചു. ശബ്ദം മണിമണ്ഡപത്തിൽ മുഴങ്ങി. നീലൻ, അവൻ തന്റെ സേനാപതിയെ നോക്കി. നമ്മുടെ പോർവഞ്ചികൾ തയ്യാറാക്കുക. കടൽ കൊള്ളക്കാർക്കൊരു പാഠം പഠിപ്പിക്കേണ്ട സമയമാണ്. നാവികസേനയുടെ ഉയർത്തെഴുന്നേൽപ്പ്. നെടുംചേരലാതൻ ചേരന്മാരുടെ നാവികസേനയെ ഒരു ശക്തിയായി പുനർനിർമ്മിച്ചു. മുജിരിസിന്റെ തുറമുഖത്ത് പോർവഞ്ചികൾ വില്ലടയാളക്കുടികളുമായി കടലിന്റെ നീലിമയിൽ തലയുയർത്തി. കപ്പലുകൾ കരൂർ മരത്തിൽ നിന്ന് തീർത്തവ ഇരുമ്പിന്റെ ബലത്തോടെ കടലിനെ കീഴടക്കാൻ തയ്യാറായി. നെയ്ത്തലിലെ മത്സ്യബന്ധക്കാർ തങ്ങളുടെ കടലനുഭവവുമായി ചേരന്റെ നാവികസേനയിൽ ചേർന്നു. കുറിഞ്ഞിയിലെ വേട്ടക്കാർ തങ്ങളുടെ കുന്തങ്ങളുമായി കപ്പലുകളിൽ യോദ്ധാക്കളായി മാറി. നമ്മുടെ കടൽ നമ്മുടെ സ്വർണമാണ്, നെടുംചേരലാതൻ തന്റെ നാവികരോട് പറഞ്ഞു. മുജിരിസിന്റെ തുറമുഖം ലോകത്തിന്റെ ഹൃദയമാണ്. അതിനെ സംരക്ഷിക്കുക, നിന്റെ വാളിനാൽ, നിന്റെ ധൈര്യത്താൽ. അവന്റെ ശബ്ദം കടലിന്റെ അലകളെപ്പോലെ തുറമുഖത്ത് പ്രതിധ്വനിച്ചു. നീലൻ തന്റെ കപ്പലിന്റെ ഡെക്കിൽ യോദ്ധാക്കളെ ഒരുക്കി. പശ്ചിമതീരത്തെ കടൽ കൊള്ളക്കാർ മലനിരകളുടെ മറവിൽ ഒളിച്ചിരിക്കുന്നു. നമ്മുടെ പോർവഞ്ചികൾ അവരെ കണ്ടെത്തും. ചേരന്റെ വില്ലടയാളം കടലിൽ ഒരു മിന്നലായി മാറും. കടൽ കൊള്ളക്കാർക്കെതിരെ മൺസൂൺ കാറ്റിന്റെ ശക്തിയിൽ ചേരന്റെ പോർവഞ്ചികൾ പശ്ചിമതീരത്തേക്ക് പുറപ്പെട്ടു. കടലിന്റെ നീലിമ പോർക്കപ്പലുകളുടെ നിഴലിൽ ഒരു യുദ്ധഭൂമിയായി മാറി. കടൽ കൊള്ളക്കാർ മലനിരകളുടെ ഗുഹകളിൽ ഒളിച്ചിരുന്നു. യവനക്കപ്പലുകളെ ആക്രമിച്ചിരുന്നു. എന്നാൽ ചേരന്റെ നാവികസേന ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ തങ്ങളുടെ താവളങ്ങളിലേക്ക് മിന്നൽ വേഗത്തിൽ നീങ്ങി. നെടുംചേരലാതൻ തന്റെ മുഖ്യക്കപ്പലിന്റെ ഡെക്കിൽ വില്ലും അമ്പും കയ്യിൽ നിന്നു. ചേരന്മാരെ, അവൻ അലറി, നമ്മുടെ കടൽ നമ്മുടെ അഭിമാനമാണ്. ഈ കൊള്ളക്കാർ
മുജിരിസിന്റെ സ്വർണത്തെ മോഷ്ടിക്കുന്നു. അവർക്ക് പാഠം. ചേരന്റെ വാള്, ചേരന്റെ ധൈര്യം. ഒരു രാത്രി പശ്ചിമതീരത്ത് കടൽക്കൊള്ളക്കാരുടെ ഒരു ചെറുകപ്പൽ ചേരന്റെ പോർവഞ്ചികളെ കണ്ടു. അവർ മിന്നൽ വേഗത്തിൽ ഓടാൻ ശ്രമിച്ചു. എന്നാൽ ചേരന്റെ കപ്പലുകൾ കടലിന്റെ ഒഴുക്കിനോടൊന്നിച്ചു. അമ്പുകൾ ആകാശത്തിൽ ഒരു മഴ പോലെ പെയ്തു. കടൽക്കൊള്ളക്കാരുടെ കപ്പൽ തീപ്പന്തമായി കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി. ഇതൊരു മുന്നറിയിപ്പാണ്, നെടുംചേരലാതൻ നീലനോട് പറഞ്ഞു. നമ്മുടെ കടലിൽ ചേരന്റെ നിയമം മാത്രം. വ്യാപാരത്തിന്റെ തിരിച്ചുവരവ്. യുദ്ധമൊരു സംഹാരമല്ല, ഒരു മുന്നറിയിപ്പായിരുന്നു. ചേരന്റെ പോർവഞ്ചികൾ വില്ലടയാള കുടികളുമായി കടലിന്റെ നീലിമയിൽ ഒരു ശക്തിയുടെ പ്രതീകമായി. മുജിരിസിലേക്കുള്ള വ്യാപാരം കൂടുതൽ സുരക്ഷിതമായി. യവനക്കപ്പലുകൾ സ്വർണ്ണനാണയങ്ങളുമായി വീണ്ടും ഒഴുകിയെത്തി. അലക്സോസ് കൊട്ടാരത്തിൽ നെടുംചേരലാതന് മുന്നിൽ തലകുനിച്ചു. പ്രഭു, നിന്റെ വാൾ ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു. അവൻ പറഞ്ഞു, കയ്യിൽ ഒരു പവിഴത്തിന്റെ മാല. നെടുംചേരലാതൻ ഒരു പുഞ്ചിരിയോടെ, നിന്റെ സ്വർണം മുജിരിസിന്റെ സമ്പത്താണ് ഇന്ന് മറുപടി നൽകി. ചേരനാടിന്റെ കൊടൽ ലോകത്തിന്റെ ഹൃദയമാണ്. കവികളുടെ രാജാവ്. നെടുംചേരലാതൻ ഒരു യോദ്ധാവ് മാത്രമല്ല, കവികളുടെ രക്ഷാകർത്താവുമായിരുന്നു. വഞ്ചിയുടെ കൊട്ടാരത്തിൽ സംഘകവികൾ പതിറ്റുപത്തിന്റെ വരികൾ ആലപിച്ചു. കവി കപിലർ അവന്റെ സദസ്സിൽ ചേരനാടിന്റെ സൗന്ദര്യം വർണ്ണിച്ചു. പെരിയാറിന്റെ തീരത്ത് വഞ്ചി തിളങ്ങുന്നു. നെടുംചേരലാതന്റെ ഔദാര്യം നദിയെപ്പോലൊഴുകുന്നു. അവന്റെ കൊട്ടാരം ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. അകനാനൂറിന്റെ വരികൾ തിണൈകളെ വിവരിച്ചു. കുറിഞ്ഞിയിൽ മലനിരകളിൽ വേട്ടക്കാർ മാൻപിടുത്തവും ഔഷധസസ്യശേഖരണവും നടത്തി. മുല്ലയിൽ ഇടയന്മാർ പശുക്കളെ മേയിച്ചു. മരുതത്തിൽ കർഷകർ നെൽവയലുകളിൽ ധാന്യം വിളയിച്ചു. നെയ്തലിൽ മത്സ്യബന്ധനക്കാർ കടലിൽ നിന്ന് മുത്തും മീനും ശേഖരിച്ചു. പാലയിൽ യോദ്ധാക്കൾ വാളുകൾ മൂർച്ചകൂട്ടി. നെടുംചേരലാതൻ ഒരു കവിതോത്സവം സംഘടിപ്പിച്ചു. കവികൾ വഞ്ചിയുടെ മണിമണ്ഡപത്തിൽ തങ്ങളുടെ വരികൾ അവതരിപ്പിച്ചു. നിന്റെ ശക്തി കടലിന്റെ ആഴത്തിലാണ്, കവി പരണാർ പാടി. നിന്റെ ഔദാര്യം മുജിരിസിന്റെ സ്വർണ്ണനാണയങ്ങളെപ്പോലെ തിളങ്ങുന്നു. നെടുംചേരലാതൻ കവികൾക്ക് സ്വർണവും വസ്ത്രങ്ങളും നൽകി. അവരുടെ വാക്കുകൾ ചേരനാടിന്റെ പൈതൃകമായി. ചോളന്റെ നിഴൽ. വഞ്ചിയുടെ കോട്ടമതിലുകൾക്കുള്ളിൽ പെരിയാറിന്റെ തീരത്ത് ഒരു നിശ്ശബ്ദമായ ആവേശം നിറഞ്ഞു. സൂര്യൻ പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ സ്വർണ്ണനിറത്തിൽ മുങ്ങി. കൊട്ടാരത്തിന്റെ മണിമണ്ഡപത്തിൽ വെണ്ണീർമുത്തുകൾ കോർത്ത തിരശീലകളിൽ പ്രതിഫലിച്ചു. മുജിരിസ് തുറമുഖത്തിന്റെ ഗന്ധം, കുരുമുളകിന്റെ തീവ്രത, ഏലത്തിന്റെ മാദകത്വം, കടലിന്റെ ഉപ്പുരസം അന്തരീക്ഷത്തിൽ കലർന്നു. എന്നാൽ ഈ സമാധാനത്തിന്റെ നിഴൽ കിഴക്ക് കാവേരിയുടെ തീരത്ത് ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരുന്നു. കരികാലൻ ചോളൻ വെന്നിയിലെ വിജയത്തിന്റെ പ്രശസ്തിയിൽ തമിഴകത്തെ ഒരു ഭീകര നക്ഷത്രമായി ഉയർന്നു. നെടുംചേരലാതൻ തന്റെ മഹോഗണി സിംഹാസനത്തിൽ ഒരു യോദ്ധാവിന്റെ ശൗര്യവും ഒരു ഭരണാധികാരിയുടെ ദീർഘദർശനവും വഹിച്ചു. അവന്റെ കണ്ണുകൾ പെരിയാറിന്റെ നീലമയിലേക്ക് നോക്കി. എന്നാൽ അവയിൽ ഒരു മുറിവിന്റെ നോവ് ജ്വലിച്ചു. വെന്നിയിൽ അവന്റെ പിതാവ് ഉദിയൻ ചേരലാതൻ കരികാലന്റെ കൈകളാൽ തോൽവിയേറ്റുവാങ്ങിയിരുന്നു. ആർമ നെടുംചേരലാതന്റെ ഹൃദയത്തിൽ ഒരു തീപ്പന്തമായി നിന്നു. എന്നാൽ അവൻ ആ തീയെ നിയന്ത്രിച്ചു. കാരണം ചേരനാടിന്റെ ശക്തി അവന്റെ വാളിന്റെ മൂർച്ചയിൽ മാത്രമല്ല, മുജിരിസിന്റെ സ്വർണത്തിലും കടലിന്റെ വിശാലതയിലുമായിരുന്നു. ചാരന്മാരുടെ മന്ത്രണം. രാത്രിയുടെ മറവിൽ ചാരന്മാർ വഞ്ചിയുടെ കൊട്ടാരത്തിലെത്തി. അവരുടെ വസ്ത്രങ്ങൾ പാലൈ മരുഭൂമിയുടെ പൊടിയിൽ മൂടപ്പെട്ടിരുന്നു. മുഖങ്ങൾ യാത്രയുടെ ക്ഷീണത്തിൽ, എന്നാൽ കണ്ണുകൾ ഒരു ഭീഷണിയുടെ തീവ്രതയിൽ തിളങ്ങി. പ്രഭോ, ഇന്ന് വേലൻ മുഖ്യചാരൻ ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു. കരികാലൻ കാവേരിയുടെ തീരത്ത് അതിർത്തിയിൽ പടനിരത്തുന്നു. ചോളന്റെ കുതിരപ്പട, ആനകൾ, കാൽനടപ്പട എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ചില പാണ്ഡ്യവിഭാഗങ്ങളും ചെറുരാജാക്കന്മാരും അവന്റെ കൊടിക്ക് കീഴിലാണ് നിരക്കുന്നു. നെടുംചേരലാതിന്റെ വിരലുകൾ വാളിന്റെ കൈപ്പിടിയിൽ മുറുകി. കരികാലൻ, അവൻ മന്ത്രിച്ചു. ശബ്ദത്തിൽ ഒരു യോദ്ധാവിന്റെ ധൈര്യവും ഒരു നേതാവിന്റെ ജാഗ്രതയുമായിരുന്നു. അവന്റെ അഹങ്കാരം വെന്നിയിൽ തുടങ്ങി. ഇപ്പോൾ ചേരനാടിന്റെ അതിർത്തിയിലെത്തിയിരിക്കുന്നു. അവന്റെ കണ്ണുകൾ മണ്ഡപത്തിന്റെ തൂണുകളിൽ
വില്ലടയാള കൊടിയുടെ ചിത്രത്തിൽ ഉറപ്പിച്ചു. എന്നാൽ ചേരനാട്ടിൽ അവന്റെ പുലിമുദ്ര പാറില്ല. നീലൻ, അവന്റെ വിശ്വസ്തനായ സേനാപതി, മുന്നോട്ടു വന്നു. പ്രഭോ, നമ്മുടെ സൈന്യം സജ്ജമാണ്. കരൂരിന്റെ കോട്ടകൾ ശക്തമാണ്. മുജിരിസിന്റെ സ്വർണം നമ്മുടെ വാളുകൾ മൂർച്ചപ്പെടുത്തുന്നു. എന്നാൽ കരികാലന്റെ തന്ത്രങ്ങൾ മൂർച്ചയുള്ളവയാണ്. ഒരു നേരിട്ടുള്ള യുദ്ധം നമുക്ക് അപകടകരമായേക്കാം. നെടുംചേരലാതൻ ഒരു മുഴുസം മൗനമായിരുന്നു. അവന്റെ മനസ്സിൽ പിതാവിന്റെ തോൽവി വെന്നിയുള്ള പുൽമേടുകളിൽ ഒരു നോവായി തെളിഞ്ഞു. എന്നാൽ അവനൊരു യുവ നേതാവിന്റെ ആവേശത്തിന് വഴങ്ങിയില്ല. നമ്മുടെ ശക്തി മുജിരിസിന്റെ സ്വർണത്തിലാണ്, അവൻ നീലനോട് പറഞ്ഞു. കടൽ നമ്മുടേതാണ്. യവനന്മാരുടെ സ്വർണം, അറബികളുടെ പവിഴം, ഈജിപ്തുകാരുടെ മൺകുടങ്ങൾ, ഇവയെല്ലാം നമ്മുടെ സൈന്യത്തെ ശക്തമാക്കും. യുദ്ധം ഒരു അവസാനമല്ല, ഒരു തുടക്കം മാത്രമാണ്. ചോളന്റെ ധാർഷ്ട്യം. കാലം ഒരു നിശബ്ദമായ ശത്രുവിനെപ്പോലെ മുന്നോട്ട് നീങ്ങി. മുജിരിസിന്റെ തുറമുഖത്ത് യവനകപ്പലുകൾ മൺസൂൺ കാട്ടിന്റെ ശക്തിയിൽ സ്വർണനാണയങ്ങളുമായി എത്തി. പെറിപ്ലസ് ഓഫ് ദി എറിത്രേയൻ സീ ഇന്റെ വരികൾ ചേരനാടിന്റെ സമൃദ്ധിയെ വർണ്ണിച്ചു. മുജിരിസ് കിഴക്കിന്റെ വ്യാപാര നഗരം, ലോകത്തിന്റെ സുഗന്ധദ്രവ്യപ്പെട്ടകം. എന്നാൽ ഈ സമാധാനത്തിന്റെ മറവിൽ ചോളന്റെ ധാർഷ്ട്യം വർദ്ധിച്ചു. ഒരു പ്രഭാതത്തിൽ കാവേരിയുടെ തീരത്തുനിന്ന് ഒരു ചോളദൂതൻ വഞ്ചിയിലെത്തി. അവന്റെ വസ്ത്രങ്ങൾ പൊലിമുദ്രയിൽ അലങ്കരിക്കപ്പെട്ടിരുന്ന, കയ്യിൽ ഒരു മുദ്രയിട്ട തോൽപത്രം. കൊട്ടാരത്തിന്റെ മണ്ഡപത്തിൽ നെടുംചേരലാതന്റെ മുമ്പിൽ അവൻ നിന്നു. ചേരന്റെ രാജാവേ, കരികാലൻ ചോളനാടിന്റെ അധിപൻ സന്ദേശം അയച്ചിരിക്കുന്നു. കപ്പം കൊടുക്കുക, അല്ലെങ്കിൽ യുദ്ധം. ചോളന്റെ വാൾ കാവേരിയുടെ തീരത്ത് തന്നെ കാത്തിരിക്കുന്നു. മണ്ഡപത്തിൽ ഒരു നിശബ്ദത പടർന്നു. സംഘകവി കപിലർ അവന്റെ വീണയുമായി മൂലയിൽ നിന്നു. നീലൻ കയ്യിൽ കുന്തവുമായി നെടുംചേരലാതന്റെ അരികിൽ ഒരു ശിലാസ്തംഭം പോലെ. നെടുംചേരലാതൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ കണ്ണുകൾ ദൂതന്റെ മുഖത്തുറപ്പിച്ചു, ഒരു കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ് പോലെ. ചേരൻ കപ്പം കൊടുക്കാറില്ല, അവൻ മുഴങ്ങി. ശബ്ദം മണ്ഡപത്തിന്റെ തൂണുകളിൽ പ്രതിധ്വനിച്ചു. നിന്റെ രാജാവിനോട് പറയുക, ചേരനാടിന്റെ വാൾ പോർക്കിളത്തിരവനെ കാത്തിരിക്കുന്നു. ദൂതൻ തലകുനിച്ചു. എന്നാൽ അവന്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി. ചോളന്റെ പുലിമുദ്ര കാവേരിയുടെ തീരത്ത് പാറും. അവൻ മന്ത്രിച്ച് മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്കു നടന്നു. നെടുംചേരലാതിന്റെ ഹൃദയം ഒരു യൂഥാവിന്റെ ആവേശത്തിൽ തുടിച്ചു. എന്നാൽ അവന്റെ മനസ്സ് ഒരു ഭരണാധികാരിയുടെ ജാഗ്രതയിൽ ശാന്തമായിരുന്നു. തന്ത്രത്തിന്റെ തുടക്കം. നെടുംചേരലാതൻ തന്റെ ഉപദേഷ്ടാക്കളെ വിളിച്ചുകൂട്ടി. കൊട്ടാരത്തിന്റെ ഉയർന്ന ബാൽക്കണിയിൽ പെരിയാറിന്റെ തീരത്തവൻ നിന്നു. താഴെ മുജിരിസിന്റെ തുറമുഖത്ത് യവനകപ്പല്ലികൾ വില്ലടയാള കുടികൾക്ക് കീഴിൽ നങ്കൂരമിട്ടു. നമ്മുടെ ശക്തി ഈ കടലിലാണ്. അവൻ കൈകൾ തുറമുഖത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. കരികാലന്റെ വാൾ കാവേരിയുടെ തീരത്ത് മൂർച്ചയുള്ളതാണ്. എന്നാൽ മുജിരിസിന്റെ സ്വർണം നമ്മുടെ കോട്ടകളെ ശക്തമാക്കും. നീലൻ മുന്നോട്ടു വന്നു. പ്രഭോ, നമുക്ക് കോട്ടകൾ ബലപ്പെടുത്താം. കുറിഞ്ഞിയിലെ വേട്ടക്കാർ, നെയ്തലിലെ മത്സ്യബന്ധനക്കാർ, മരുതത്തിലെ കർഷകർ എല്ലാവരും ചേരനാടിന്റെ അഭിമാനത്തിനായി ഒന്നിക്കും. അവന്റെ ശബ്ദം ഒരു യോദ്ധാവിന്റെ ധൈര്യത്തിൽ നിറഞ്ഞിരുന്നു. നെടുംചേരലാതൻ തന്റെ ചാരന്മാരോട് ആജ്ഞാപിച്ചു. കരികാലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുക. അവന്റെ സഖ്യങ്ങൾ, അവന്റെ പട, അവന്റെ തന്ത്രങ്ങൾ എല്ലാം അറിയണം. അവൻ പാണ്ഡ്യന്മാരുമായി ഒരു സഖ്യത്തിന് ശ്രമിച്ചു. പാണ്ഡ്യന്മാർ കാറ്റുപോലെയാണ്, എന്നാൽ അവരുടെ വാൾ നമുക്ക് വേണം. പോർക്കളത്തിന്റെ മുഴക്കം. കാവേരിയുടെ തീരത്ത് ചോളചേര അതിർത്തിയിൽ ഒരു കൊടുങ്കാറ്റ് ഉളിഞ്ഞിരുന്നു. സൂര്യൻ പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ രക്തച്ചുവപ്പിൽ മുങ്ങി. പുൽമേടുകൾ കാറ്റിൽ അലയടിച്ചു യുദ്ധത്തിന്റെ മുഴക്കം മുഖരിതമാക്കി. നെടുംചേരലാതൻ തന്റെ കറുത്ത കുതിരപ്പുറത്ത് ഒരു ദേവനെപ്പോലെ ഉയർന്നു. അവന്റെ കവചം സൂര്യന്റെ പ്രകാശത്തിൽ തിളങ്ങി. കയ്യിലെ വാൾ മിന്നൽ പിണർ പോലെ മിന്നി. ചേരന്മാരുടെ വില്ലടയാളക്കുടി കാട്ടിൽ പാറി പശ്ചിമഘട്ടങ്ങളിൽ അഭിമാനത്തിന്റെ പ്രതിധ്വനി ഉണർത്തി. ചേരന്മാരെ അവൻ അലറി. ശബ്ദം യുദ്ധനാദത്തിനിടയിൽ മുഴങ്ങി. നമ്മുടെ മണ്ണിന്റെ അഭിമാനം നിന്റെ വാളിലാണ്. പെരിയാറിന്റെ തീരം, മുജിരിസിന്റെ സ്വർണം, നമ്മുടെ പൈതൃകം, ഇവയെല്ലാം നാം സംരക്ഷിക്കും. അവന്റെ പിന്നിൽ ചേരന്മാരുടെ സൈന്യം, ആനകൾ, കുതിരകൾ, കാൽനടപ്പട ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ മുന്നേറി. ആനകളുടെ അലർച്ച, കുതിരകളുടെ കുളമ്പടികൾ, യോദ്ധാക്കളുടെ യുദ്ധനാദം,
ഇവയെല്ലാം കാവേരിയുടെ തീരത്തെ മുഖരിതമാക്കി. നീലൻ, അവന്റെ വിശ്വസ്തനായ സേനാപതി, കയ്യിൽ കുന്തവുമായി നെടുഞ്ചേരലാതന്റെ അരികിൽ നിന്നു. പ്രഭു, ചോളന്മാർ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നു. നീലൻ മന്ത്രിച്ചു. കരികാലന്റെ തന്ത്രങ്ങൾ മൂർച്ചയേറിയതാണ്. നാം ജാഗ്രത പാലിക്കണം. നെടുഞ്ചേരലാതന്റെ കണ്ണുകൾ ദൂരെ ചോളന്റെ പുലിമുദ്രകുടിയിൽ ഉറപ്പിച്ചു. കരികാലൻ, ചോളനാടിന്റെ ഉദയനക്ഷത്രം, വെന്നിയിൽ അവന്റെ പിതാവിനെ തോൽപ്പിച്ചവൻ. ആ ഓർമ്മ അവന്റെ ഹൃദയത്തിൽ ഒരു തീപ്പണ്ടമായി ജ്വലിച്ചു. വെന്നിയിലെ തുമാനം ചേരനാടിന്റെ മണ്ണിൽ മായില്ല എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ ഇന്ന് ഈ പോർക്കളത്തിൽ ഞാൻ ചേരന്റെ അഭിമാനമുയർത്തും. യുദ്ധത്തിന്റെ തുടക്കം. കാവേരിയുടെ തീരം ഒരു വിശാലമായ പോർക്കളമായി മാറി. പുൽമേടുകൾ പൊടിയും രക്തവും കലർന്ന ഒരു യുദ്ധഭൂമിയായി മാറി. ചോളന്മാർ കരികാലന്റെ നേതൃത്വത്തിൽ തന്ത്രപൂർവം നീങ്ങി. അവരുടെ കുതിരപ്പട മിന്നൽ വേഗത്തിൽ ഇരുവശത്തുനിന്നും മുന്നേറി. ചേരന്മാരുടെ ആനകൾ ഭീമാകാരമായ ശക്തിയോടെ ശത്രുവിന്റെ നിരയെ തകർത്തു. എന്നാൽ ചോളന്മാരുടെ അമ്പുകൾ ആകാശത്ത് കറുത്ത മേഘങ്ങളെപ്പോലെ ചേരന്മാരുടെ മേൽ പതിച്ചു. നെടുംചേരലാതൻ തന്റെ കുതിരയെ മുന്നോട്ട് നയിച്ചു. വാളുയർത്തി. മുന്നോട്ട് ചേരന്മാരെ അവൻ വിളിച്ചു. അവന്റെ വാൾ ഒരു ചോളയോദ്ധാവിന്റെ കവചത്തെ തുളച്ചു. രക്തം പോർക്കളത്തിന്റെ മണ്ണിൽ കലർന്നു. നീലൻ അവന്റെ അരികിൽ കുന്തം കൊണ്ട് ശത്രുക്കളെ ചെറുത്തു. പ്രഭോ, ചോളന്മാർ നമ്മെ വലയാൻ ശ്രമിക്കുന്നു. നീലൻ അലറി, ഒരു ശത്രുവിനെ താഴെ വീഴ്ത്തിക്കൊണ്ട്. ചേരന്മാർ ശക്തമായി പോരാടി. കുരിഞ്ഞിയിലെ വേട്ടക്കാർ തങ്ങളുടെ കുന്തങ്ങളുമായി ചോളന്മാരുടെ കുതിരപ്പടയെ ചെറുത്തു. നെയ്തലിലെ മത്സ്യബന്ധനക്കാർ യുദ്ധത്തിന്റെ തീവ്രതയിൽ കാൽനടപ്പടയിൽ ഒന്നിച്ചു. മരുതത്തിലെ കർഷകർ തങ്ങളുടെ ധൈര്യം വാളിലൂടെ പ്രകടിപ്പിച്ചു. പതിറ്റുപത്തിന്റെ വരികൾ പോർക്കളത്തിൽ പ്രതിധ്വനിച്ചു. നെടുംചേരലാതന്റെ വാൾ കടലിന്റെ അലകൾ പോലെ ശത്രുക്കളെ തകർക്കുന്നു. അവന്റെ ധൈര്യം പെരിയാറിന്റെ ഒഴുക്കിനെ പോലെയാണ്. കരികാലന്റെ തന്ത്രം. കരികാലൻ ഒരു മൂർച്ചയുള്ള തന്ത്രജ്ഞനായിരുന്നു. ചോളന്മാർ ഒരു വിഭാഗത്തെ പിൻവാങ്ങുന്നതായി നടിച്ചു. ചേരന്മാരെ ആകർഷിച്ചു. നീലൻ ജാഗ്രത, നെടുഞ്ചേരലാതൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പെട്ടെന്ന് ചോളന്മാരുടെ കുതിരപ്പട ഇരുവശത്തുനിന്നും മിന്നൽ വേഗത്തിൽ ആക്രമിച്ചു. അമ്പുകൾ ആകാശത്ത് മഴ പോലെ പെയ്തു. ചേരന്മാരുടെ ആനകൾ ശത്രുവിന്റെ ആക്രമണത്തിനു മുന്നിൽ അലറി. എങ്കിലും അവയുടെ ശക്തി ക്ഷയിച്ചു. നെടുംചേരലാതന്റെ തോളിൽ ഒരമ്പ് തറച്ചു. രക്തം അവന്റെ കവചത്തിലൂടെ ഒഴുകി. എന്നാൽ അവൻ വീണില്ല. നമ്മുടെ മണ്ണിനു വേണ്ടി അവൻ അലറി. കുതിരയെ മുന്നോട്ട് നയിച്ചു. അവന്റെ വാൾ ഒരു ചോളയോദ്ധാവിനെ വെട്ടി. പോർക്കളം പൊടിയും രക്തവും കലർന്ന ഒരു കലാപമായി മാറി. പിന്മാറുക, നീലൻ വിളിച്ചു. പ്രഭോ, നമ്മുടെ സൈന്യത്തെ സംരക്ഷിക്കണം. നെടുംചേരലാതൻ വേദനയോടെ തന്റെ സൈന്യത്തെ പിന്തിരിപ്പിച്ചു. ഇന്ന് നാം പിന്മാറുന്നു, അവൻ പറഞ്ഞു. ശബ്ദം ദൃഢമായിരുന്നു. പക്ഷേ ചേരനാടിന്റെ അഭിമാനം ഈ മണ്ണിൽ എന്നേക്കും നിലനിൽക്കും. ചേരന്മാർ മുറിവേറ്റെങ്കിലും പെരിയാറിന്റെ തീരത്തേക്ക് മടങ്ങി. ചോളന്മാരുടെ പുലിമുദ്ര കൂടി കാവേരിയുടെ തീരത്ത് പാറി. എന്നാൽ ചേരന്മാരുടെ ധൈര്യം പതിറ്റുപത്തിന്റെ വരികളിൽ എക്കാലവും ജ്വലിച്ചു. നെടുംചേരലാതന്റെ ശൗര്യം തോൽവിയിലും ചേരനാടിന്റെ തീപ്പുറിയായി മാറി. പോർക്കളത്തിന്റെ പാശ്ചാത്തലം. ഈ യുദ്ധം ഒരു നിർണായക വിജയത്തിലേക്ക് നയിച്ചില്ല. കാരണം ചരിത്രം നെടുംചേരലാതന്റെ മരണത്തെക്കുറിച്ച് മൗനമാണ്. പതിറ്റുപത്തിന്റെ വരികൾ അവന്റെ ധൈര്യവും ശക്തിയും വാഴ്ത്തുന്നു. എന്നാൽ ഒരു പ്രത്യേക യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നില്ല. ചോളചേര മത്സരം സംഘകാലത്തിന്റെ ഒരു സ്ഥിരം സവിശേഷതയായിരുന്നു. കരികാലന്റെ വെന്നി വിജയം ചോളന്മാരുടെ ആധിപത്യമുയർത്തി. എന്നാൽ ചേരന്മാർ മുജിരിസിന്റെ സമ്പത്തിൽ തങ്ങളുടെ ശക്തി നിലനിർത്തി. നെടുംചേരലാതൻ തന്റെ സൈന്യത്തെ പിന്തിരിപ്പിച്ചെങ്കിലും അവന്റെ ധൈര്യം ചേരനാടിന്റെ ജനങ്ങളിൽ ഒരു തീപ്പണ്ടമായി മാറി. നമ്മുടെ മണ്ണ്, നമ്മുടെ കടൽ, നമ്മുടെ സ്വർണം, ഇവയെല്ലാം നാം സംരക്ഷിക്കും എന്ന് അവൻ പ്രജകളോട് പ്രഖ്യാപിച്ചു. മുജിരിസിന്റെ തുറമുഖത്ത് യവനക്കപ്പലുകൾ വീണ്ടുമെത്തി. പെരിപ്ലസിന്റെ വരികൾ ചേരനാടിന്റെ സമൃദ്ധിയെ വർണ്ണിച്ചു. മുജിരിസ് കിഴക്കിന്റെ വ്യാപാര നഗരം, ചേരന്റെ ശക്തിയുടെ പ്രതീകം. പൈതൃകത്തിന്റെ തുടിപ്പ്. നെടുംചേരലാതന്റെ ഭരണം ചേരനാടിന്റെ സുവർണയുഗമായിരുന്നു. മുജിരിസിന്റെ വ്യാപാരം, സംഘകാല സാഹിത്യം, കടലിന്റെ ശക്തി, ഇവയെല്ലാം അവന്റെ പൈതൃകമായി. അവന്റെ കൊട്ടാരത്തിൽ കവികൾ പാടി
നെടുംചേരലാതൻ കടലിന്റെ രാജാവ്, അവന്റെ നാമം പെരിയാറിന്റെ തീരത്ത് എന്നേക്കും തുടിക്കും. ജീവിതശൈലി, ഭരണം. നെടുംചേരലാതൻ ഒരു യോദ്ധാവും വ്യാപാരിയും കവിരിലുടെ രക്ഷാകർത്താവുമായിരുന്നു. മുജിരിസിന്റെ സമ്പത്ത് ചേർനാടിനെ തമിഴകത്തിന്റെ പ്രധാന ശക്തിയാക്കി. സാമൂഹിക ഘടന, മതം. തിണൈകളെ അടിസ്ഥാനമാക്കി സമൂഹം വിഭജിക്കപ്പെട്ടിരുന്നു. ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം എന്നിവ സഹവർത്തിത്വത്തോടെ നിലനിന്നു. മുരുകന്റെ ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു. വാണിജ്യ സംസ്കാരം. മുജിരിസ് ലോകത്തിന്റെ വ്യാപാര ഹൃദയമായിരുന്നു. റോമൻ നാണയങ്ങൾ, യവനക്കപ്പലുകൾ, സുഗന്ധദ്രവ്യങ്ങൾ ഇവയെല്ലാം ചേർനാടിന്റെ സമൃദ്ധിയെ വർണ്ണിച്ചു. ഭരിച്ച പ്രദേശങ്ങൾ. നെടുഞ്ചേരലാതൻ കരൂർ, വഞ്ചി കേന്ദ്രമാക്കി ഇന്നത്തെ കേരളം, കോയമ്പത്തൂർ, പാലക്കാട്, സേലം എന്നിവയുടെ ഭാഗങ്ങൾ ഭരിച്ചു. ചേരനാടിന്റെ ശാന്തിസൗരഭം. പല്യാനൈസിൽ കിഴുക്കുട്ടുവന്റെ കഥ. പെരിയാറിന്റെ ശാന്തി. പശ്ചിമഘട്ടത്തിന്റെ നിഴലിൽ പെരിയാറിന്റെ തീരത്ത് വഞ്ചിനഗരം ഒരു നിശബ്ദമായ പ്രാർത്ഥനയിൽ മുഴുകി. സൂര്യന്റെ സ്വർണരശ്മികൾ നദിയുടെ നീലിമയിൽ തിളങ്ങി. മുജിരിസിന്റെ തുറമുഖത്ത് യവനക്കപ്പലുകളുടെ പായ്മരങ്ങൾ വില്ലടയാളക്കൊടിയോടൊപ്പം മൺസൂൺ കാട്ടിൽ പാറി. എന്നാൽ ഈ സമാധാനത്തിന്റെ മറവിൽ ചേരനാട് ഒരു മുറിവിന്റെ നോവു വഹിച്ചു. നെടുംചേരലാതന്റെ യുദ്ധങ്ങൾ കടലിന്റെ ശക്തി ഉയർത്തിയെങ്കിലും രാജ്യത്തിന്റെ ഖജനാവ് കാലിയായി. വയലുകൾ ഉഴുതിട്ടില്ല. യുവാക്കൾ യുദ്ധത്തിൽ വീണു. സിംഹാസനം ഒരു ഭാരമായി, ശൂന്യമായി. ഈ പ്രതിസന്ധിയുടെ നിമിഷത്തിൽ കൊങ്കുനാടിന്റെ ഗവർണർ പല്യാനൈസിൽ കിഴുക്കുട്ടുവൻ മുന്നോട്ടുവന്നു. നിരവധി ആനകളുടെ കുട്ടുവൻ. അവന്റെ പേര് സമ്പത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായിരുന്നു. അവന്റെ കണ്ണുകൾ പെരിയാറിന്റെ ആഴമുള്ള ഒഴുകിനെപ്പോലെ ശാന്തവും ദൃഢനിശ്ചയവും നിറഞ്ഞതായിരുന്നു. നമ്മുടെ മണ്ണ് യുദ്ധത്തിന്റെ തീയിൽ വാടി എന്നവൻ വഞ്ചിയുടെ രാജസഭയിൽ പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാം. നമ്മുടെ വയലുകൾ പച്ചപ്പണിയിക്കാം. നമ്മുടെ തുറമുഖങ്ങൾ സ്വർണ്ണത്താൽ നിറയ്ക്കാം. സിംഹാസനത്തിന്റെ പുതിയ ശബ്ദം. വഞ്ചിയുടെ കോട്ടമതിലുകൾക്കുള്ളിൽ മണിമണ്ഡപത്തിൽ മന്ത്രിമാരും സേനാധിപന്മാരും ഒത്തുചേർന്നു. താമരപ്പൂവിന്റെ ആകൃതിയിൽ കൊത്തിയുണ്ടാക്കിയ കല്ലുകൾ ചേരനാടിന്റെ പൗരാണികതയെ ഓർമ്മിപ്പിച്ചു. എന്നാൽ സഭയിൽ ഒരു അനിശ്ചിതത്വം നിറഞ്ഞു. നെടുംചേരലാതിന്റെ വാളുകൾ തമിഴകത്തെ ഞെട്ടിച്ചു. മുഖ്യമന്ത്രി ശങ്കരൻ പറഞ്ഞു, ശബ്ദം ഗൗരവത്തിൽ. എന്നാൽ യുദ്ധങ്ങൾ നമ്മുടെ ഖജനാവ് ശൂന്യമാക്കി. ചോളനും പാണ്ഡ്യനും നമ്മുടെ അതിർത്തികളിൽ കണ്ണുവച്ചിരിക്കുന്നു. ഇനി ആര് നമ്മെ നയിക്കും? കുട്ടുവൻ ഒരു ലളിതമായ വസ്ത്രം ധരിച്ച് സഭയുടെ മധ്യത്തിൽ നിന്നു. അവന്റെ മുഖം ഒരു യോദ്ധാവിന്റെ ധൈര്യമല്ല, ഒരു ദീർഘദർശിയുടെ ശാന്തത വഹിച്ചു. നെടുംചേരലാതൻ നമ്മുടെ മണ്ണിന്റെ അഭിമാനമായിരുന്നു. അവൻ പറഞ്ഞു. ശബ്ദം മണ്ഡപത്തിൽ പ്രതിധ്വനിച്ചു. അവന്റെ വാൾ കടലിന്റെ അലകൾ പോലെ ശത്രുക്കളെ തകർത്തു. എന്നാൽ യുദ്ധം നമ്മുടെ വയലുകളെ വരണ്ടതാക്കി. നമ്മുടെ യുവാക്കളെ കവർന്നു. ഇനി നമുക്ക് വാളിന്റെ മൂർച്ചയല്ല, കൃഷിയുടെ പച്ചപ്പും വ്യാപാരത്തിന്റെ സ്വർണവും വേണം. സഭയിൽ ഒരു മർമ്മരമുയർന്നു. സമാധാനമോ? സേനാപതി വേലൻ ശബ്ദമുയർത്തി. ചോളന്റെ പുലിമുദ്രയും പാണ്ഡ്യന്റെ മത്സ്യചിഹ്നവും നമ്മുടെ അതിർത്തികളിൽ ഒളിഞ്ഞിരിക്കുന്നു. സന്ധിയവർക്ക് ദൗർബല്യമായി തോന്നിയില്ലേ? കുട്ടുവൻ ഒരു നേർത്ത ചിരിയുടെ മറുപടി നൽകി. ശക്തി വാളിന്റെ മൂർച്ചയിൽ മാത്രമല്ല, ജനങ്ങളുടെ ഐക്യത്തിലാണ്. മുജിരിസിന്റെ സ്വർണം, തോണ്ടിയുടെ മുത്തുകൾ, പെരിയാറിന്റെ നെല്ല് ഇവയാണ് നമ്മുടെ ശക്തി. യുദ്ധം നമ്മുടെ അവസാനമല്ല, സന്ധി നമ്മുടെ തുടക്കമാണ്. മുജിരിസിന്റെ പുനർജനനം. കുട്ടുവൻ തന്റെ ഭരണം മുജിരിസിന്റെ തുറമുഖത്ത് ആരംഭിച്ചു. പെരിയാറിന്റെ മുഖത്ത് യവനക്കപ്പലുകൾ കുരുമുളകിന്റെയും ഏലക്കയുടെയും സുഗന്ധവുമായി മൺസൂൺ കാറ്റിലെത്തി. റോമൻ വ്യാപാരികൾ അവരുടെ വിചിത്രമായ വസ്ത്രങ്ങളിൽ സ്വർണ്ണ നാണയങ്ങളുമായി തുറമുഖത്ത് നിന്നു. മുജിരിസ് ലോകത്തിന്റെ ഹൃദയമാണ് എന്നൊരു യവനൻ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു പറഞ്ഞു. പെരിപ്ലസ് ഓഫ് ദി ഇറിത്രിയൻ സീ എന്ന ഗ്രീക്ക് ഗ്രന്ഥം മുജിരിസിനെ കിഴക്കിന്റെ വ്യാപാര നഗരം എന്ന് വിശേഷിപ്പിച്ചു. കുട്ടുവൻ തുറമുഖത്തിൽ നിന്ന് കടലിന്റെ വിശാലതയെ നോക്കി. നമ്മുടെ ശക്തി ഈ തിരമാലകളിലാണ്. അവൻ വ്യാപാരികളോട് പറഞ്ഞു. നെടുംചേരലാതൻ കടലിനെ ജയിച്ചു. ഇനി നമുക്ക് അതിനെ സമൃദ്ധമാക്കാം. അവൻ പുതിയ വ്യാപാരശാലകൾ തുറന്നു. കപ്പലുകൾക്ക് സുരക്ഷയുറപ്പാക്കാൻ പോർവഞ്ചികൾ ശക്തിപ്പെടുത്തി. ചോളനുമായി ഒരു സന്ധി കിഴക്കൻ അതിർത്തിയിലെ വ്യാപാരത്തെ സുഗമമാക്കി. തോണ്ടിയിലും കൊടുങ്ങല്ലൂരിലും വ്യാപാരം പോക്കുന്നതിനനുസരിച്ച് ചേരനാടിന്റെ ഖജനാവ് വീണ്ടും നിറഞ്ഞു. ഒരു ദിവസം ഒരു റോമൻ വ്യാപാരി കൊട്ടാരത്തിലെത്തി. പ്രഭോ, നിന്റെ കുരുമുളക് റോമിന്റെ മേശകളെ സുഗന്ധമാക്കുന്നു. അവൻ കൈകളിൽ സ്വർണ്ണ നാണയങ്ങൾ തിളങ്ങി. നിന്റെ തുറമുഖം ലോകത്തിന്റെ സമ്പത്തിന്റെ വാതിലാണ്.
കുട്ടുവൻ ഒരു ചിരിയോടെ മറുപടി നൽകി, ഈ സമ്പത്ത് എന്റെ ജനങ്ങളുടേതാണ്. മുജിരിസിന്റെ തിരമാലകൾ ചേരനാടിന്റെ ഹൃദയത്തുടിപ്പാണ്. കൃഷിയുടെ പച്ചപ്പ്. പെരിയാറിന്റെ തീരങ്ങളിൽ മരുതത്തിന്റെ വയലുകൾ ഒരു കാലത്ത് നെല്ലിന്റെ പച്ചപ്പിൽ തിളങ്ങി. എന്നാൽ നെടുംചേരലാതന്റെ യുദ്ധങ്ങൾ ഈ വയലുകളെ വരണ്ടതാക്കി. കർഷകർ തങ്ങളുടെ കൈകളിൽ ഉഴവിന്റെന്ദ്രിയങ്ങൾക്ക് പകരം യുദ്ധത്തിന്റെ ഓർമ്മകൾ മാത്രം വഹിച്ചു. കുട്ടുവൻ ഈ മണ്ണിന്റെ നോവ് കണ്ടു. നമ്മുടെ ജനങ്ങൾ യുദ്ധത്തിന്റെ തീയിൽ വാടി എന്നവൻ തന്റെ ഉപദേഷ്ടാവ് അരവനോട് പറഞ്ഞു. ഇനി ഈ വയലുകൾ പച്ചപ്പിന്റെ സൗരഭം പരത്തണം. കുട്ടുവൻ പെരിയാറിന്റെ തീരങ്ങളിൽ പുതിയ കനാലുകൾ വെട്ടാൻ ആജ്ഞാപിച്ചു. മരുതത്തിന്റെ കർഷകർ തങ്ങളുടെ ഉഴവിന്ദ്രങ്ങൾ വീണ്ടും മണ്ണിലേക്ക് താഴ്ത്തി. നെല്ല്, കുരുമുളക്, വാഴപ്പഴം ഈ വയലുകൾ പഴയ പ്രതാപത്തിലേക്ക് കുണർന്നു. കുട്ടുവൻ ഒരു ദിവസം കൊങ്കുനാടിന്റെ വയലുകളിലേക്ക് നടന്നു. നിന്റെ ധാന്യം ചേരനാടിന്റെ ശക്തിയാണ് എന്നവൻ ഒരു വൃദ്ധ കർഷകനോട് പറഞ്ഞു. നിന്റെ വിയർപ്പ് ഈ മണ്ണിന്റെ സമ്പത്താണ്. കർഷകർ കണ്ണുകളിൽ നനവോടെ മറുപടി പറഞ്ഞു, പ്രഭു, നിന്റെ ദർശനമാണ് ഈ വയലുകളെ പച്ചപ്പണിയിച്ചത്. നീ നമ്മുടെ കുട്ടുവനാണ്. ആ വാക്കുകൾ കുട്ടുവന്റെ ഹൃദയത്തിൽ ഒരു തീപ്പന്തമായി ജ്വലിച്ചു. അവൻ കർഷകർക്ക് പുതിയ ഉപകരണങ്ങളും വിത്തുകളും നൽകി. കൊങ്കുനാടന്റെ മലനിരകളിൽ കുറിഞ്ഞിയിലെ രേട്ടക്കാർ ഔഷധസസ്യങ്ങൾ ശേഖരിച്ചു. അവ മുജിരിസിന്റെ ചന്തകളിൽ വിറ്റു. മുല്ലയിലെ ഇടയന്മാർ പശുക്കളെ മേയിച്ച് അവയുടെ പാൽ വഞ്ചിയുടെ വീടുകളിൽ എത്തിച്ചു. ഒരു പ്രഭാതത്തിൽ കുട്ടുവൻ പെരിയാറിന്റെ തീരത്ത് ഒരു പുതിയ കനാലിന്റെ തുറക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണിന്റെ മണം, വെള്ളത്തിന്റെ തണുപ്പ്, കർഷകരുടെ ചിരി ഇവയെല്ലാം ചേരനാടിന്റെ പുനർജന്മത്തിന്റെ സൗരഭമായി. ഈ വെള്ളം നമ്മുടെ ജനങ്ങളുടെ ജീവനാണ് എന്ന് കുട്ടുവൻ ജനക്കൂട്ടത്തോടെ പ്രഖ്യാപിച്ചു. പെരിയാറിന്റെ ഒഴുക്ക് ചേരനാടിന്റെ ഹൃദയത്തുടിപ്പാണ്. കർഷകർ നമ്മുടെ കുട്ടുവൻ എന്ന് വിളിച്ചു. ആ വിളി പശ്ചിമഘട്ടങ്ങളിൽ പ്രതിധ്വനിച്ചു. ചോളപാണ്ഡ്യസന്ധി. വഞ്ചിയുടെ കോട്ടമതിലുകൾക്കുള്ളിൽ മണിമണ്ഡപത്തിൽ താമരപ്പൂവിന്റെ കൊത്തുപണികൾ സൂര്യന്റെ സ്വർണരശ്മികളിൽ തിളങ്ങി. പെരിയാറിന്റെ തീരത്ത് മൺസൂൺ മഴയുടെ തണുപ്പ് അന്തരീക്ഷത്തിലൊരു ശാന്തി പരത്തി. എന്നാൽ കിഴക്ക് കാവേരിയുടെ തീരത്ത് ചോളന്റെ പുലിമുദ്ര കൊടികൾ ഒരു നിഴൽ പോലെ ചേരനാടിന്റെ അതിർത്തിയിൽ പതുങ്ങി. തെക്ക് മത്സ്യചിഹ്നത്തിൽ അലങ്കരിച്ച പാണ്ഡ്യന്റെ കപ്പലുകൾ കടലിന്റെ അലകളിൽ ഒരു ഭീഷണിയായി ഒളിഞ്ഞു. പല്യാനെ സെൽ കേഴുകുട്ടുവൻ തന്റെ മഹോഘനി സിംഹാസനത്തിൽ ഒരു ദീർഘദർശിയുടെ ശാന്തതയോടെ തന്റെ മന്ത്രിമാരെ വിളിച്ചുകൂട്ടി. നെടുംചേരലാതന്റെ വാൾ തമിഴകത്തെ ഞെട്ടിച്ചു. മുഖ്യമന്ത്രി ശങ്കരൻ ശബ്ദം ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷേ അവന്റെ യുദ്ധങ്ങൾ നമ്മുടെ ഖജനാവിനെ സൂക്ഷിപ്പിച്ചു. ചോളനും പാണ്ഡ്യനും നമ്മുടെ ദുർബലത കണ്ട് അതിർത്തിയിൽ കണ്ണുവച്ചിരിക്കുന്നു. കുട്ടുവൻ ഒരു നേർത്ത ചിരിയോടെ മറുപടി നൽകി. ശക്തി വാളിന്റെ മൂർച്ചയിൽ മാത്രമല്ല, ഐക്യത്തിന്റെ തന്ത്രത്തിലാണ്. മുജിരിസിന്റെ സ്വർണം നമ്മുടെ ശക്തിയാണ്. ചോളനും പാണ്ഡ്യനും യുദ്ധത്തിന്റെ തീയല്ല, വ്യാപാരത്തിന്റെ സമൃദ്ധി വേണം. ഒരു പ്രഭാതത്തിൽ കാവേരിയുടെ തീരത്തുനിന്ന് ചോളന്റെ ദൂതന്മാർ പുലിമുദ്രകുടികളുമായി വഞ്ചിയിലെത്തി. അവരുടെ മുഖ്യൻ വിക്രമൻ ഒരു തോൽപത്രവുമായി മണിമണ്ഡപത്തിൽ നിന്നു. ചേരന്റെ രാജാവേ, അവൻ ശബ്ദമുയർത്തി. ചേരന്റെ രാജാവേ, കരികാലന്റെ പൈതൃകം വെന്നിയിൽ തുടങ്ങി തമിഴകത്തെ ഒന്നിപ്പിക്കുന്നു. എന്നാൽ ചോളനാട് മുജിരിസിന്റെ സ്വർണത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു. സന്ധി നമ്മുടെ ജനങ്ങൾക്ക് സമൃദ്ധി നൽകും. കുട്ടുവൻ ശങ്കരനെ നോക്കിയൊരു നിമിഷം മൗനമായി. വ്യാപാരം യുദ്ധത്തിന്റെ മുറിവുകളെ സുഖപ്പെടുത്തും. ചേരനും ചോളനും ഒരുമിച്ച് തമിഴകത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കും. അതേസമയം തെക്കൻ തീരത്ത് പാണ്ഡ്യന്റെ ദൂതന്മാർ മത്സ്യചിഹ്ന കൊടികളുമായി തൊണ്ടിയിലെത്തി. പാണ്ഡ്യരാജകുമാരൻ നെടുഞ്ചെഴിയൻ ഒരു സന്ദേശവുമായി എത്തി. ചേരന്റെ കുട്ടുവനെ, നിന്റെ തുറമുഖങ്ങൾ ലോകത്തിന്റെ സമ്പത്തിന്റെ വാതിലാണ്. പാണ്ഡ്യനാടിന്റെ മുത്തുകൾ മുജിരിസിന്റെ കുരുമുളകിനോട് ചേർന്ന് തമിഴകത്തെ സമൃദ്ധമാക്കും. കുട്ടുവൻ ഒരു വിവാഹബന്ധം നിർദ്ദേശിച്ചു. നിന്റെ പാണ്ഡ്യരാജകുമാരിയെ ചേരനാടിന്റെ ഒരു രാജകുമാരിയുടെ വിവാഹം കഴിപ്പിക്കാം. നമ്മുടെ സന്ധി തമിഴകത്തിന്റെ ഐക്യത്തിന്റെ ചിഹ്നമായി ചേരനും പാണ്ഡ്യനും ഒരു പുതിയ യുഗം തുടങ്ങും. ഈ വിവാഹബന്ധം ചേര-പാണ്ഡ്യ ഐക്യത്തിന്റെ മുദ്രയായി. കിഴക്കൻ അതിർത്തിയിൽ ചോളനുമായുള്ള സന്ധി വ്യാപാരത്തിന്റെ പാത തുറന്നു. തൊണ്ടിയിലും മുജിരിസിലും വ്യാപാരശാലകൾ സുഗന്ധദ്രവ്യങ്ങളുടെയും മുത്തിന്റെയും സമൃദ്ധിയിൽ തിളങ്ങി. എന്നാൽ കുട്ടുവൻ തന്റെ സേനാപതി വേലനോട് രഹസ്യമായി മന്ത്രിച്ചു. നമ്മുടെ സന്ധി ജനങ്ങളുടെ സമൃദ്ധിക്കാണ്, എന്നാൽ നമ്മുടെ കോട്ടകൾ എപ്പോഴും സജ്ജമായിരിക്കണം. വേലൻ തലകുനിച്ചു. പ്രഭു, ചേരനാടന്റെ വില്ലടയാളം എന്നും പാറും. കവികളുടെ രക്ഷാകർത്താവ്. വഞ്ചിയുടെ കൊട്ടാരത്തിൽ മണിമണ്ഡപത്തിന്റെ തൂണുകൾ താമരപ്പൂവിന്റെ കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു.
പെരിയാറിന്റെ തീരത്ത് സൂര്യന്റെ പ്രകാശം മുജിരിസിന്റെ സ്വർണ്ണനാണയങ്ങളെപ്പോലെ കൊട്ടാരത്തിൽ തിളങ്ങി. കുട്ടുവൻ ഒരു കവിയുടെ ഹൃദയവും ഒരു ഭരണാധികാരിയുടെ ദീർഘദർശിയും വഹിച്ചു. 10 വരികൾ ചേരനാടിന്റെ പൈതൃകത്തെ വാഴ്ത്തി അവന്റെ മനസ്സിൽ മുഴങ്ങി. നെടുഞ്ചേരലാതൻ യുദ്ധത്തിന്റെ തീയിൽ നിന്ന് ഈ മണ്ണിനെ ഉയർത്തി. ഇനി ഈ മണ്ണ് കവിതയുടെ സൗരഭത്തിൽ പൂക്കണം, കുട്ടുവൻ തീരുമാനിച്ചു. ഒരു പ്രഭാതത്തിൽ കുട്ടുവൻ ഒരു കവിതോത്സവം സംഘടിപ്പിച്ചു. വഞ്ചിയുടെ മണിമണ്ഡപം കവികളുടെ വീണനാദത്തിൽ മുഴങ്ങി. കവി കപില്ലർ തന്റെ വരികളിൽ പെരിയാറിന്റെ തീരങ്ങളെ വർണ്ണിച്ചു. കുട്ടുവന്റെ ഭരണം ഒരു പുഷ്പമാണ്, അതിന്റെ സൗരഭം തമിഴകത്തെ നിറയ്ക്കുന്നു. കവി ഭരണർ ചേരനാടിന്റെ സമൃദ്ധിയെ വാഴ്ത്തി. നിന്റെ ഔദാര്യം മുജിരിസിന്റെ സ്വർണ്ണനാണയങ്ങളെപ്പോലെ ലോകത്തെ തിളങ്ങുന്നു. കുട്ടുവൻ കവികളെ സ്വർണവും വസ്ത്രവും നൽകി. അവരുടെ വാക്കുകൾ ചേരനാടിന്റെ പൈതൃകമായി. അവൻ ജൈന, ബുദ്ധ, ഹിന്ദു വിശ്വാസങ്ങളെ ഒരു പുഷ്പമാലയുടെ പൂക്കൾ പോലെ ഒരുമിപ്പിച്ചു. ഒരു ജൈന സന്യാസി വഞ്ചിയിൽ അഹിംസയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ മുരുകന്റെ മന്ത്രങ്ങൾ മുഴങ്ങി. ഒരു ബുദ്ധസന്യാസി നിർവാണത്തിന്റെ പാത കുട്ടുവന്റെ സദസ്സിൽ പ്രഖ്യാപിച്ചു. ഈ ഐക്യം ചേരനാടിന്റെ ശക്തിയാണ്, കുട്ടുവൻ കവികളോട് പറഞ്ഞു. നിന്റെ വാക്കുകൾ ഈ മണ്ണിന്റെ ഹൃദയമാണ്. കവിതോത്സവത്തിന്റെ രാത്രി വഞ്ചിയുടെ കോട്ടമതിലുകൾ വിളക്കുകളുടെ പ്രകാശത്തിൽ തിളങ്ങി. കവികൾ അഘനാനൂറിന്റെ തിണയിരുകളെ കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ വിവരിച്ചു. കുറിഞ്ഞിയിൽ മലനിരകളിൽ വേട്ടക്കാർ ഔഷധസസ്യങ്ങൾ സംഗ്രഹിച്ചു. മുല്ലയിൽ ഇടയന്മാർ പശുക്കളെ മേച്ചു. മരുതത്തിൽ കർഷകൻ നെല്ലിന്റെ പച്ചപ്പ് വളർത്തി. നെയ്തലിൽ മത്സ്യബന്ധക്കാർ മുത്തും മീനും ശേഖരിച്ചു. പാലയിൽ യോദ്ധാക്കൾ വാളുകൾ മൂർച്ചകൂട്ടി. നിന്റെ ഭരണം ഈ തിണകളെ ഒരുമിച്ച് നിർത്തുന്നു. കവി കപിലർ കുട്ടുവനെ വാഴ്ത്തി. നാർമുടിച്ചേരൽ, വാഗയിലെ വിജയനാഥൻ, വഞ്ചിയുടെ വീരനാഥം. പശ്ചിമഘട്ടത്തിന്റെ നെഞ്ചിൽ പെരിയാറിന്റെ തീരത്ത് വഞ്ചിനഗരമൊരു യോദ്ധാവിന്റെ ഹൃദയതാടനം പോലെ തുടിച്ചു. സൂര്യൻ മലനിരകളിൽ നിന്നുദിച്ചപ്പോൾ അതിന്റെ സ്വർണരശ്മികൾ നദിയുടെ നീലിമയിൽ തിളങ്ങി. മുസിരിസ് തുറമുഖത്തെ കപ്പലുകളുടെ പൈമരങ്ങൾ കാറ്റിലാടി. 1-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ചേരനാട് തമിഴകത്തിന്റെ ശക്തികേന്ദ്രമായി ഉയർന്നു. കുരുമുളകിന്റെ സുഗന്ധവും മുത്തിന്റെ തിളക്കവും ആനക്കൊമ്പിന്റെ മൂല്യവും ലോകത്തിന്റെ ദൂരദേശങ്ങളിലേക്കെത്തിച്ച മുസിരിസ് ചേരനാടിന്റെ സമ്പത്തിന്റെ ജീവനാഡിയായിരുന്നു. വഞ്ചിയുടെ കോട്ടമതിലുകൾക്കുള്ളിൽ ഒരു യുവരാജൻ സിംഹാസനത്തിലേക്കുയർന്നു. നാർമുടിച്ചേരൽ, കലങ്കായ് കണ്ണി, ചേരവംശത്തിന്റെ പുതിയ പ്രതീക്ഷ. 10 എന്ന സംഘകാലകൃതി അവനെ നനന്റെ ശത്രു, വാഗയിലെ വിജയി എന്നു വാഴ്ത്തുന്നു. അവന്റെ മുഖത്ത് ഒരു യോദ്ധാവിന്റെ ധൈര്യവും ഒരു ഭരണാധികാരിയുടെ ദീർഘദൃഷ്ടിത്വവും പ്രകാശിച്ചു. എന്നാൽ അവന്റെ ഹൃദയം ചേരനാടിന്റെ അഭിമാനത്തിന്റെ തീപ്പന്തമായി ജ്വലിച്ചു. വടക്കൻ അതിർത്തിയിൽ പുഴിനാടിന്റെ കാടുകളിൽ ഒരു വെല്ലുവിളി ഒളിഞ്ഞിരുന്നു. നനൻ, ഒരു ചെറുനാട്ടുരാജാവ്, ചേരനാടിന്റെ സമാധാനത്തെ പരീക്ഷിക്കാൻ ഉയർന്നു. ചേരനാടിന്റെ ഹൃദയഭൂമി വഞ്ചി, ചേരനാടിന്റെ തലസ്ഥാനം, ഒരു സ്വപ്ന നഗരമായിരുന്നു. പെരിയാറിന്റെ തീരത്ത് കോട്ടമതിലുകൾ ഉയർന്നു നിന്നു. അവയുടെ കല്ലുകൾ സൂര്യന്റെ പ്രകാശത്തിൽ തിളങ്ങി. മുസിരീസ് കടൽത്തീരത്ത് ലോകത്തിന്റെ വ്യാപാരഹൃദയമായി തുടിച്ചു. പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന ഗ്രീക്ക് ഗ്രന്ഥം മുസിരീസിനെ കിഴക്കിന്റെ സുഗന്ധദ്രവ്യപ്പെട്ടകമെന്ന് വിശേഷിപ്പിക്കുന്നു. യവനന്മാർ, അറബികൾ, റോമാക്കാർ എല്ലാവരും ഇവിടേക്കെത്തി. കുരുമുളകിന്റെ ചാക്കുകളും മുത്തിന്റെ മാലകളും ആനക്കൊമ്പിന്റെ ശേഖരങ്ങളും കൈമാറി. റോമൻ സ്വർണ്ണനാണയങ്ങൾ, വൈനിന്റെ മൺകുടങ്ങൾ, പവിഴവും ഗോമേതകവും ഇവയെല്ലാം മുസിരീസിന്റെ തുറമുഖത്ത് തിളങ്ങി. നാൽമുടിച്ചേരൽ വഞ്ചിയുടെ കൊട്ടാരത്തിൽ മഹോഗനി സിംഹാസനത്തിലിരുന്നു. അവന്റെ കവചം വില്ലടയാളക്കുടിയുടെ ചിഹ്നത്തിൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. കയ്യിലൊരു വാൾ, മിന്നൽ പിണറുപോലെ മൂർച്ചയുള്ളത്. 10 അവന് വർണ്ണിക്കുന്നു. നാർമുടിച്ചേരൽ, വാഗയിൽ നന്നനെ തോൽപ്പിച്ചവൻ, ചേരനാടിന്റെ അഭിമാനം. അവന്റെ കണ്ണുകൾ പെരിയാറിന്റെ നീലിമയിലേക്ക് നോക്കി. എന്നാൽ അവന്റെ മനസ്സ് വടക്കൻ അതിർത്തിയിലെ കാടുകളിലേക്ക് നീണ്ടു. നമ്മുടെ ശക്തി ഈ മണ്ണിലാണ് എന്നവൻ തന്റെ സേനാപതി കാളനോട് പറഞ്ഞു. മുസിരീസിന്റെ സ്വർണം, പെരിയാറിന്റെ ഒഴുക്ക്, കുറിഞ്ചിയിലെ കാടുകൾ, ഇവയെല്ലാം നമ്മുടെ പൈതൃകം. കാളൻ, ഒരു പഴയ യോദ്ധാവ്, തലകുലുക്കി. പ്രഭു, എന്നാൽ വടക്കൻ അതിർത്തിയിൽ നനൻ ഒരു ഭീഷണിയായി ഉയരുന്നു. പുഴിനാടിന്റെ കാടുകളിൽ അവന്റെ പട ഗ്രാമങ്ങളെ ആക്രമിക്കുന്നു. നനൻ അകനാന്നൂർ വിവരിക്കുന്ന ഒരു ചെറുനാട്ടുരാജാവായിരുന്നു.
ധാർഷ്ട്യത്തിന്റെ പ്രതീകമായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ മലനിരകളിൽ പുഴിനാടിന്റെ കോട്ട ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്നു. അവിടെ നിന്ന് അവന്റെ യോദ്ധാക്കൾ ചേരനാടിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ കന്നുകാലികളെ മോഷ്ടിച്ചു, വ്യാപാരപാതകൾ തടയശ്രച്ചിട്ടു. നനൻ ചേരനാടിന്റെ സമാധാനത്തെ ദൗർബല്യമായി കാണുന്നു എന്ന് ഗാളൻ മന്ത്രിച്ചു. നാം അവനെ നേരിടണം. നനന്റെ വെല്ലുവിളി ചേരനാടിന്റെ അഭിമാനത്തിനൊരു വെല്ലുവിളിയായി. പതിറ്റുപറ്റു പറയുന്നു, അവൻ ചേരന്മാരുടെ അതിർത്തികളെ ആക്രമിച്ചു. അവന്റെ വാൾ കാടുകളിൽ മിന്നി. നാർമുടിച്ചേരൽ യുവത്വത്തിന്റെ ആവേശത്തോടെ സമാധാനം നിലനിർത്താൻ ശ്രമിച്ചു. അവൻ ദൂതന്മാരെ പുഴിനാട്ടിലേക്ക് അയച്ചു, സന്ധി ചർച്ചകൾക്കായി. എന്നാൽ നാനൻ അഗനാനൂർ വിവരിക്കുന്നതുപോലെ ഒരു അഹങ്കാരിയായിരുന്നു. ചേരന്മാരുടെ ദൂതന്മാരെ അവൻ തിരിച്ചയച്ചു. അവന്റെ മറുപടി ഒരു മുഴക്കമായിരുന്നു: ചേരന്റെ വാൽ പുഴിനാടിന്റെ മണ്ണിൽ പരീക്ഷിക്കപ്പെടും. നാർമുടിച്ചേരന്റെ ഹൃദയം ആ വെല്ലുവിളിയിൽ തുടിച്ചു. നനൻ ചേരനാടിന്റെ ശക്തിയെ അറിയും. അവൻ കാളിനോട് പ്രഖ്യാപിച്ചു. വഞ്ചിയുടെ പക്പുരങ്ങളിൽ യുദ്ധനാദം മുഴങ്ങി. ചേരന്മാരുടെ വാളുകൾ മൂർച്ചകൂട്ടപ്പെട്ടു. ആനകൾ അലറി, കുതിരകൾ കുളംപൊടിച്ചു. നമ്മുടെ അഭിമാനം ഈ മണ്ണിലാണ് എന്ന് നാർമുടിച്ചേരൽ തന്റെ സൈന്യത്തോട് വിളിച്ചു. പുഴിനാടിന്റെ കാടുകളിൽ നാം വിജയം കൊയ്യും. നാർമുടിച്ചേരൽ അവന്റെ കരുത്ത കുതിരപ്പുറത്തൊരു ദേവനെപ്പോലെ ഉയർന്നു. അവന്റെ കവചം സൂര്യന്റെ പ്രകാശത്തിൽ തിളങ്ങി. കൈയിലെ വാൾ മിന്നൽ പിണർ പോലെ മൂർച്ചയുള്ളത്. വില്ലടയാളക്കൊടി കാറ്റിൽ പാറി. പശ്ചിമഘട്ടങ്ങളിൽ ചേരനാടിന്റെ അഭിമാനം പ്രതിധ്വനിച്ചു. പുഴിനാടിന്റെ കാടുകളിലേക്ക് ചേരസൈന്യം മാർച്ചു ചെയ്തു. യുദ്ധനാദം മലനിരകളിൽ മുഴങ്ങി. ആദ്യപരാജയം. പുഴിനാടിന്റെ കാടുകൾ ഒരു യുദ്ധഭൂമിയായി മാറി. മലനിരകൾ, ഇടതൂർന്ന കാടുകൾ, പാറക്കെട്ടുകൾ ഇവയെല്ലാം നനന്റെ ശക്തിയായിരുന്നു. അഗനാനൂർ വിവരിക്കുന്നു, നനന്റെ യോദ്ധാക്കൾ കാടുകളിൽ മറഞ്ഞുനിന്ന് ശത്രുവിനെ ആക്രമിച്ചു. ചേരന്മാരുടെ വലിയ രഥങ്ങൾ, ഘനവ്യൂഹങ്ങൾ ഇടുങ്ങിയ പാതകളിൽ ഉപയോഗശൂന്യമായി. നനന്റെ അമ്പുകൾ ആകാശത്ത് കറുത്ത മേഘങ്ങളെപ്പോലെ ചേരന്മാരുടെ മേൽ പതിച്ചു. നാർമുടിച്ചേരൽ അവന്റെ വാളുയർത്തി, മുന്നോട്ട് ചേരന്മാരെ എന്നലറി. എന്നാൽ നനന്റെ യോദ്ധാക്കൾ മലനിരകളിൽ നിന്ന് പാറകൾ ഉരുട്ടി ചേരന്മാരുടെ നിരയെ തകർത്തു. ആനകൾ അലറിക്കൊണ്ട് പിന്തിരിഞ്ഞു. കുതിരകൾ പൊടിയിൽ മുങ്ങി. പിന്മാറുക, കാളൻ വിളിച്ചു നാർമുടിച്ചേരന്റെ അരികിൽ. പ്രഭു, നമ്മുടെ സൈന്യത്തെ സംരക്ഷിക്കണം. നാർമുടിച്ചേരന്റെ ഹൃദയം പരാജയത്തിന്റെ നോവിൽ തകർന്നു. എന്നാൽ അവന്റെ കണ്ണുകളൊരു യോദ്ധാവിന്റെ ധൈര്യത്തിൽ തിളങ്ങി. ഇന്നു നാം പിന്മാറുന്നു എന്നവൻ പറഞ്ഞു. ശബ്ദം ദൃഢമായിരുന്നു. പക്ഷേ ചേരനാടിന്റെ വാൾ വാഗയിൽ വീണ്ടും ഉയരും. ചേരന്മാർ മുറിവേറ്റെങ്കിലും വഞ്ചിയിലേക്ക് മടങ്ങി. കൊട്ടാരത്തിൽ പെറുപെറുപ്പുകൾ ഉയർന്നു. നാർമുടിച്ചേരൽ ഒരു യുവനേതാവാണ്, അവനെ ചേരനാടിന് നയിക്കാൻ കഴിയുമോ എന്ന്. പരാജയത്തിന്റെ പാഠങ്ങൾ. നാർമുടിച്ചേരൽ പരാജയത്തെ ഒരു പാഠമായി സ്വീകരിച്ചു. പതിറ്റുപത്ത് അവനെ നനനന്റെ ശത്രു എന്നു വിശേഷിപ്പിക്കുന്നു. എന്നാൽ അവന്റെ ആദ്യ യുദ്ധം ഒരു ദുരന്തമായിരുന്നു. വഞ്ചിയുടെ കോട്ടമതിലുകൾക്കുള്ളിൽ അവൻ തന്റെ സേനാപതികളെ വിളിച്ചുകൂട്ടി. നനനന്റെ ശക്തി കാടുകളിലാണ്, അവൻ പറഞ്ഞു. നമ്മുടെ വലിയ വ്യൂഹങ്ങൾ പുഴിനാടിന്റെ മലനിരകളിൽ പരാജയപ്പെട്ടു. നാം ശത്രുവിന്റെ രീതിയിൽ യുദ്ധം ചെയ്യണം. കാളൻ മുന്നോട്ടു വന്നു. പ്രഭോ, നമുക്ക് ചെറിയ വേഗതയേറിയ സൈനിക വിഭാഗങ്ങൾ രൂപീകരിക്കാം, അവൻ നിർദ്ദേശിച്ചു. കുറിഞ്ഞിയിലെ വേട്ടക്കാർ അവരുടെ കുന്തങ്ങളുമായി കാടുകളിൽ മിന്നൽ വേഗത്തിൽ നീങ്ങും. നാർമുടിച്ചേരൽ തലകുലുക്കി. നമ്മുടെ ആനകൾ, രഥങ്ങൾ, ഘനവ്യൂഹങ്ങൾ ഇവയെല്ലാം മരുതത്തിന്റെ വയലുകൾക്ക് അനുയോജ്യമാണ്. എന്നാൽ പുഴിനാടിന്റെ കാടുകളിൽ നാം വേട്ടക്കാരെപ്പോലെ നീങ്ങണം. വഞ്ചിയുടെ പോർപ്പുരകളിൽ പരിശീലനം കർശനമായി. കുറിഞ്ഞിയിലെ വേട്ടക്കാർ തങ്ങളുടെ കുന്തങ്ങളും അമ്പുകളും മൂർച്ചകൂട്ടി. നെയ്ത്തലിലെ മത്സ്യബന്ധനക്കാർ യുദ്ധത്തിന്റെ തീവ്രതയിൽ കാൽനടപ്പടയിൽ ഒന്നിച്ചു. മരുതത്തിലെ കർഷകർ തങ്ങളുടെ ധൈര്യം വാളിലൂടെ പ്രകടിപ്പിച്ചു. പതിറ്റുപത്ത് പറയുന്നു, നാർമുടിച്ചേരൽ തന്റെ പരാജയത്തിൽ നിന്ന് ഉയർന്നു ഒരു തന്ത്രജ്ഞനായി മാറി. വാഗയിലെ വിജയം. ഒരു വർഷത്തിനുശേഷം ചേരന്മാർ വീണ്ടും പുഴിനാടിന്റെ കാടുകളിലേക്ക് മാർച്ചു ചെയ്തു. ഇത്തവണ അവർ കൂടുതൽ തയ്യാറായിരുന്നു. നാർമുടിച്ചേരൽ തന്റെ കുതിരപ്പുറത്ത് ഒരു യോദ്ധാവിന്റെ ധൈര്യത്തോടെ നിന്നു. ചേരന്മാരെ, അവൻ അലറി. ശബ്ദം മലനിരകളിൽ പ്രതിധ്വനിച്ചു. നമ്മുടെ മണ്ണിന്റെ അഭിമാനം ഈ വാളുകളിലാണ്. വാഗയിൽ നാം വിജയം കൊയ്യും. വാഗൈ പുഴിനാടിന്റെ ഹൃദയഭാഗത്ത് ഒരു പോർക്കളമായി മാറി. പതിറ്റുപത്ത് വിവരിക്കുന്നു, നനനന്റെ സൈന്യം ചേരന്മാരുടെ വാളിനു മുന്നിൽ വീണു.
നാർമുടിച്ചേരലിന്റെ തന്ത്രങ്ങൾ നനനന്റെ ശക്തിയെ തകർത്തു. ചേരന്മാരുടെ വേട്ടക്കാർ കാടുകളിൽ മിന്നൽ വേഗത്തിൽ നീങ്ങി നനനന്റെ യോദ്ധാക്കളെ വളഞ്ഞു. അവന്റെ കോട്ട പാറക്കെട്ടിന് മുകളിൽ ചേരന്മാരുടെ യുദ്ധനാദത്തിനു മുന്നിൽ തകർന്നു. നനനൻ പോർക്കളത്തിൽ നാർമുടിച്ചേരലിന്റെ വാളിന് മുന്നിൽ വീണു. പതിറ്റുപത്ത് പാടുന്നു. നനനന്റെ തല വീണപ്പോൾ ചേരനാടിന്റെ വിജയഭേരി മുഴങ്ങി. പുഴിനാട് ചേരസാമ്രാജ്യത്തിന്റെ ഭാഗമായി. വഞ്ചിയിലേക്ക് മടങ്ങിയെത്തിയ നാർമുടിച്ചേരൽ ഒരു ഇതിഹാസനായകനായിരുന്നു. കൊട്ടാരത്തിൽ കവികൾ പാടി, നാർമുടിച്ചേരൽ വാഗയിലെ വിജയി, ചേരനാടിന്റെ അഭിമാനം. ചേരനാടിന്റെ സുവർണകാലം. നനനന്റെ പരാജയം ചേരനാടിന്റെ വടക്കൻ അതിർത്തികളെ സുരക്ഷിതമാക്കി. മുജിരിസിലേക്ക് യവനക്കപ്പലുകൾ സ്വർണ്ണനാണയങ്ങളുമായി എത്തി. പെറിപ്ലസ് ഓഫ് ദ ഇരിത്രിയൻ സീ വിവരിക്കുന്നു, മുജിരിസ് കിഴക്കിന്റെ വ്യാപാര നഗരം, ചേരനാടിന്റെ സമൃദ്ധിയുടെ പ്രതീകം. കുരുമുളക്, ഏലം, കറുവപ്പട്ട, മുത്ത് ഇവയെല്ലാം കടലിനെ മറികടന്നു. റോമിന്റെ സ്വർണം ചേരനാടിന്റെ കോട്ടകളിലേക്കൊഴുകി. നാർമുടിച്ചേരലിന്റെ ഭരണം യുദ്ധവും വ്യാപാരവും സന്തുലിതമാക്കി. പതിറ്റുപത്ത് പറയുന്നു, അവൻ ഔദാര്യത്തിന്റെ രാജാവായിരുന്നു. വഞ്ചിയുടെ കൊട്ടാരത്തിൽ കവികൾ അവന്റെ വിജയഗാഥകൾ ആലപിച്ചു. നാർമുടിച്ചേരലിന്റെ വാൾ വാഗയിൽ തിളങ്ങി. അവന്റെ ഔദാര്യം പെരിയാറിന്റെ ഒഴുക്കിനെ പോലെ. സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലം. നാർമുടിച്ചേരലിന്റെ കാലത്ത് ചേരനാടിന്റെ സമൂഹം അകനാനൂറ് വിവരിക്കുന്ന തിണൈകളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ടു. കുറിഞ്ഞിയിൽ മലനിരകളിൽ വേട്ടക്കാർ മാൻപിടുത്തവും ഔഷധസസ്യ ശേഖരണവും നടത്തി. മുല്ലയിൽ ഇടയന്മാർ പശുക്കളെ മേച്ചു. മരുതത്തിൽ കർഷകർ നെൽവയലുകളിൽ ധാന്യം വിളയിച്ചു. നെയ്തലിൽ മത്സ്യബന്ധനക്കാർ കടലിൽ നിന്ന് മുത്തും മീനും ശേഖരിച്ചു. പാലയിൽ യോദ്ധാക്കൾ വാളുകൾ മൂർച്ചകൂട്ടി. ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം എന്നിവ സഹവർത്തിത്വത്തിൽ നിലനിന്നു. മുരുകന്റെ ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു. പതിറ്റുപത്ത് പറയുന്നു, നാർമുടിച്ചേരൽ കവികളുടെ രക്ഷാകർത്താവായിരുന്നു. വഞ്ചിയുടെ മണിമണ്ഡപത്തിൽ കവികൾ തങ്ങളുടെ വരികൾ അവതരിപ്പിച്ചു. ചേരനാടിന്റെ സൗന്ദര്യം വർണ്ണിച്ചു. വാണിജ്യ സംസ്കാരം. നനനന്റെ വിജയം ചേരനാടിന്റെ വടക്കൻ അതിർത്തികളെ സുരക്ഷിതമാക്കി. മുജിരിസിലേക്ക് കുറിഞ്ഞിയിലെ സുഗന്ധദ്രവ്യങ്ങൾ, നെയ്തലിലെ മുത്തുകൾ, മരുതത്തിലെ ധാന്യങ്ങൾ ഇവയെല്ലാം ഒഴുകിയെത്തി. പെരിപ്ലസ് വിവരിക്കുന്നു, മുജിരിസ് ലോകത്തിന്റെ വ്യാപാര ഹൃദയമായിരുന്നു. റോമിന്റെ നാണയങ്ങൾ, യവന കപ്പലുകൾ, അറബി പവിഴങ്ങൾ ഇവയെല്ലാം ചേരനാടിന്റെ സമൃദ്ധിയെ വർണ്ണിച്ചു. നാർമുടിച്ചേരൽ തന്റെ തുറമുഖങ്ങളെ ശക്തിപ്പെടുത്തി. പോർവഞ്ചികൾ വില്ലടയാള കൊടികളുമായി കടൽ കൊള്ളക്കാരെ ചെറുത്തു. നമ്മുടെ കടൽ, നമ്മുടെ സ്വർണം യവൻ പ്രഖ്യാപിച്ചു. മുജിരിസിന്റെ തുറമുഖം ചേരനാടിന്റെ സമ്പത്തിന്റെ താക്കോലായി. പൈതൃകത്തിന്റെ തുടിപ്പ്. നാർമുടിച്ചേരലിന്റെ വിജയങ്ങൾ ചേരവംശത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമെഴുതി. പതിറ്റുപത്ത് അവന്റെ വാഗയിലെ വിജയത്തെ ചേരനാടിന്റെ മഹിമ എന്ന് വിശേഷിപ്പിക്കുന്നു. വഞ്ചിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവനൊരു ഇതിഹാസ നായകനായിരുന്നു. കൊട്ടാരത്തിൽ കവികൾ പാടി, നാർമുടിച്ചേരൽ വാഗയിലെ വിജയി, പെരിയാറിന്റെ തീരത്ത് എന്നേക്കും തുടിക്കും. നാർമുടിച്ചേരലിന്റെ ഭരണം ചേരനാടിനെ തമിഴകത്തിന്റെ പ്രധാന ശക്തിയാക്കി മാറ്റി. മുജിരിസിന്റെ സ്വർണം, വഞ്ചിയുടെ കോട്ടകൾ, പുഴിനാടിന്റെ വിജയം ഇവയെല്ലാം അവന്റെ പൈതൃകമായി. അകനാനൂറ് വിവരിക്കുന്നു, ചേരനാടിന്റെ സമൂഹം ഒരു സമൃദ്ധമായ സംസ്കാരം രൂപം കൊടുത്തു. അവിടെ യോദ്ധാക്കളും വ്യാപാരികളും കവികളും ഒന്നിച്ചു. ജീവിതശൈലി, ഭരണം. നാർമുടിച്ചേരൽ ഒരു യോദ്ധാവും തന്ത്രജ്ഞനും കവികളുടെ രക്ഷാകർത്താവുമായിരുന്നു. പതിറ്റുപത്ത് അവന്റെ ഔദാര്യത്തെ വാഴ്ത്തുന്നു. അവന്റെ ഭരണം യുദ്ധവും വ്യാപാരവും സന്തുലിതമാക്കി. സാമൂഹിക ഘടന, മതം. തിണൈകളെ അടിസ്ഥാനമാക്കി സമൂഹം വിഭജിക്കപ്പെട്ടിരുന്നു. ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം എന്നിവ സഹവർത്തിത്വത്തിൽ നിലനിന്നു. മുരുകന്റെ ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു. വാണിജ്യ സംസ്കാരം. മുജിരിസ് ലോകത്തിന്റെ വ്യാപാരഹൃദയമായിരുന്നു. റോമിന്റെ നാണയങ്ങൾ, യവനക്കപ്പലുകൾ, സുഗന്ധദ്രവ്യങ്ങൾ ഇവയെല്ലാം ചേരനാടിന്റെ സമൃദ്ധിയെ വർണ്ണിച്ചു. ഭരിച്ച പ്രദേശങ്ങൾ. നാർമുടിച്ചേരൽ വഞ്ചി അഥവാ കരൂർ കേന്ദ്രമാക്കി പുഴിനാടുൾപ്പെടെ ഇന്നത്തെ നമ്മുടെ വടക്കൻ കേരളവും തെക്കൻ കർണാടകവും ഭരിച്ചു. ചേരൻ ചെങ്കുട്ടുവന്റെ ഇതിഹാസം. ഒരു യോദ്ധാവിന്റെ ഉദയം. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ
പെരിയാറിന്റെ തീരത്ത് വഞ്ചി നഗരം ഒരു തിളക്കമുള്ള നക്ഷത്രം പോലെ ഉയർന്നു. സൂര്യൻ മലനിരകളിൽ നിന്ന് ഉദിച്ചപ്പോൾ അതിന്റെ സ്വർണരശ്മികൾ നദിയുടെ നീലിമയിൽ പ്രതിഫലിച്ചു. മുസിരിസ് തുറമുഖത്ത് യവനന്മാരുടെ കപ്പലുകൾ മൺസൂൺ കാറ്റിന്റെ ശക്തിയിൽ കുരുമുളകിന്റെയും മുത്തിന്റെയും സുഗന്ധവുമായി എത്തി. വില്ലടയാളക്കൊടികൾ കാറ്റിൽ പാറി ചേരനാടിന്റെ അഭിമാനം വിളംബരം ചെയ്തു. 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങൾ, സംഘകാലത്തിന്റെ സുവർണയുഗം. വഞ്ചിയുടെ കോട്ടമതിലുകൾക്കുള്ളിൽ ചെങ്കുട്ടുവൻ, ചുവന്ന കണ്ണുകളുള്ള യോദ്ധാവ്, ചേരനാടിന്റെ സിംഹാസനത്തിൽ അധികാരമേറ്റെടുത്തു. 10 എന്ന സംഘകാല കൃതിയിൽ കവികൾ അവനെ വാഴ്ത്തി. ചെങ്കുട്ടുവൻ കടലിന്റെ അധിപൻ, അവന്റെ വാൾ ശത്രുക്കളെ തകർക്കുന്നു, അവന്റെ ഔദാര്യം പ്രജകളെ പോറ്റുന്നു. അവന്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു, ഒരു ജനതയുടെ പ്രതീക്ഷകളെ പ്രതിഫലിപ്പിച്ചു. ചേരനാടിന്റെ ഹൃദയം മുസിരിസിന്റെ തുറമുഖത്ത് തുടിച്ചപ്പോൾ ചെങ്കുട്ടുവന്റെ ഭരണം തമിഴകത്തിന്റെ ചരിത്രത്തിൽ ഒരു തിളക്കമുള്ള അധ്യായമായി മാറാൻ പോകുകയായിരുന്നു. മുസിരിസിന്റെ ഹൃദയം. മുസിരിസ് ചേരനാടിന്റെ സാമ്പത്തിക ഹൃദയമായിരുന്നു. പെരിയാറിന്റെ തീരത്ത് കടലിന്റെ ആലിംഗനത്തിൽ ഈ തുറമുഖ നഗരം ലോകത്തിന്റെ വ്യാപാര കവാടമായി തിളങ്ങി. പെരിപ്ലസ് ഓഫ് ദി എറിത്രയൻ സീ എന്ന ഗ്രീക്ക് ഗ്രന്ഥം മുസിരിസിനെ കിഴക്കിന്റെ വ്യാപാര നഗരം എന്ന് വിശേഷിപ്പിച്ചു. യവനന്മാർ, അറബികൾ, ഈജിപ്ഷ്യന്മാർ എല്ലാവരും ഇവിടെയെത്തി. കുരുമുളകിന്റെ ചാക്കുകളും മുത്തിന്റെ മാലകളും ആനക്കൊമ്പിന്റെ കൂനകളും കൈമാറി. റോമൻ സ്വർണ്ണ നാണയങ്ങൾ, വീഞ്ഞിന്റെ മൺകുടങ്ങൾ, പവിഴവും ഗോമേതകവും ഇവ മുസിരിസിന്റെ തുറമുഖത്ത് ഒഴുകിയെത്തി. ചെങ്കുട്ടുവൻ മുസിരിസിന്റെ തുറമുഖത്ത് നിന്നു കടലിന്റെ വിശാലതയിലേക്ക് നോക്കി. ഈ കടൽ നമ്മുടെ ശക്തിയാണ്, അവൻ തന്റെ വിശ്വസ്തനായ സേനാപതി കോവനോട് പറഞ്ഞു. ലോകം നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഈ തുറമുഖം ചേരനാടിന്റെ അഭിമാനമാണ്. ഒരു യവന വ്യാപാരി വിചിത്രമായ വസ്ത്രങ്ങളിൽ ചെങ്കുട്ടുവന്റെ മുന്നിൽ നിന്നു. പ്രഭോ, നിന്റെ നാടിന്റെ കുരുമുളക് റോമിന്റെ രാജാക്കന്മാരുടെ മേശയിൽ തിളങ്ങുന്നു, അവൻ പറഞ്ഞു. കയ്യിൽ ഒരു റോമൻ സ്വർണ്ണ നാണയം തിളങ്ങി. ചെങ്കുട്ടുവൻ തന്റെ ഭരണനീതികളിലൂടെ മുസിരിസിന്റെ സുരക്ഷ ഉറപ്പാക്കി. കടൽ കൊള്ളക്കാരുടെ ഭീഷണി ചേരന്മാരുടെ പോർവഞ്ചികൾ ഒഴിവാക്കി. നമ്മുടെ കടലിൽ നമ്മുടെ നിയമങ്ങൾ മാത്രം, അവൻ പ്രഖ്യാപിച്ചു. പോർവഞ്ചികൾ വില്ലടയാള കോടികളുമായി പശ്ചിമതീരത്തെ കടൽക്കള്ളക്കാരുടെ താവളങ്ങളെ തകർത്തു. മുസിരിസിന്റെ തുറമുഖം ഒരു സമൃദ്ധിയുടെ പ്രതീകമായി ലോകത്തിന്റെ മുന്നിൽ തിളങ്ങി. ചേരന്മാരുടെ വാൾ. ചെങ്കുട്ടുവന്റെ ശക്തി യുദ്ധക്കളത്തിൽ പ്രകടമായിരുന്നു. 10 അവന്റെ വിജയങ്ങളെ വർണ്ണിക്കുന്നു. തമിഴകത്തെയും എതിരാളികളെ തോൽപ്പിച്ച ചേരനാടിന്റെ അതിർത്തികൾ വിപുലീകരിച്ചു. കോട്ടവൈദേവിയുടെ അനുഗ്രഹത്തോടെ അവൻ യുദ്ധത്തിൽ മുന്നേറി അവന്റെ ജനതയെ ഒരു പൊൻയുഗത്തിലേക്ക് നയിച്ചു. ഒരു ദിനം വടക്കൻ അതിർത്തിയിൽ ചെറുരാജാക്കന്മാരുടെ ഒരു സഖ്യം ചേരനാടിനെ വെല്ലുവിളിച്ചു. അവർ നമ്മുടെ മണ്ണിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു, ചെങ്കുട്ടുവൻ കോവനോട് പറഞ്ഞു. ഇന്ന് ചേരന്റെ വാൾ അവർക്ക് ഉത്തരം നൽകും. അവൻ തന്റെ കറുത്ത കുതിരപ്പുറത്ത് സൈന്യത്തെ നയിച്ചു. ആനകളുടെ അലർച്ച, കുതിരകളുടെ കുളമ്പടികൾ, യോദ്ധാക്കളുടെ യുദ്ധനാദം ഇവയെല്ലാം പോർക്കളത്തെ മുഖരിതമാക്കി. നമ്മുടെ മണ്ണിനു വേണ്ടി ചെങ്കുട്ടുവൻ അലറി, വാളുയർത്തി. അവന്റെ വാൾ ശത്രുവിന്റെ കവചത്തെ തുളച്ചു. രക്തം മണ്ണിൽ കലർന്നു. ചേരന്മാർ ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ശത്രുസൈന്യത്തെ തോൽപ്പിച്ചു. വില്ലടയാളക്കൊടി പോർക്കളത്തിൽ ഉയർന്നു. ചേരനാടിന്റെ അഭിമാനം വിളംബരം ചെയ്തു. കവികളുടെ രാജാവ്. വഞ്ചിയുടെ കൊട്ടാരം ഒരു സാംസ്കാരിക സമുദ്രമായിരുന്നു. 10 പോലുള്ള കൃതികൾ ചെങ്കുട്ടുവന്റെ കലാസ്നേഹത്തെ വാഴ്ത്തി. കവികൾ, പണ്ഡിതന്മാർ ചേരനാടിന്റെ ബുദ്ധിമന്റെ പ്രതീകമായി. ഒരു സന്ധ്യയിൽ കൊട്ടാരത്തിന്റെ മണിമണ്ഡപത്തിൽ കവി മാമൂലനാർ ചെങ്കുട്ടുവന്റെ മുന്നിൽ നിന്നു. നിന്റെ ഭരണം ഒരു പുഷ്പം പോലെ വിരിയുന്നു, ഓ രാജാവേ, അവൻ പാടി. അവന്റെ ഔദാര്യം പെരിയാറിന്റെ ഒഴുക്കിനെപ്പോലെ. ചെങ്കുട്ടുവൻ പുഞ്ചിരിച്ചു. കവികൾക്ക് സ്വർണവും വസ്ത്രങ്ങളും നൽകി. ഒരു കവിതോത്സവം വഞ്ചിയിൽ നടന്നു. അകനാനൂറിന്റെ വരികൾ തിണൈകളെ, അതായത് കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്നിവ വിവരിച്ചു. കുറിഞ്ഞി വേട്ടക്കാർ മാൻപിടുത്തവും ഔഷധസസ്യ ശേഖരണവും നടത്തി. മുല്ലയിൽ ഇടയന്മാർ പശുക്കളെ മേച്ചു. മരുതത്തിൽ കർഷകർ നെൽവയലുകളിൽ ധാന്യം വിളയിച്ചു. നെയ്തലിൽ മത്സ്യബന്ധനക്കാർ കടലിൽ നിന്നും മുത്തും മീനും ശേഖരിച്ചു. ചെങ്കുട്ടുവൻ ഈ വൈവിധ്യത്തെ ആഘോഷിച്ചു. അവന്റെ ജനതയെ ഒന്നിപ്പിച്ചു. വിശ്വാസത്തിന്റെ തിരമാലകൾ. ചേരനാടിന്റെ സമൂഹം ഒരു വർണ്ണശബലമായ ചിത്രമായിരുന്നു. യോദ്ധാക്കൾ, വ്യാപാരികൾ, കവികൾ, കർഷകർ എല്ലാവരും ഒരു യോജിപ്പിൽ ജീവിച്ചു. കോട്ടവൈദേലി, യുദ്ധദേവത, ജനങ്ങളുടെ ഹൃദയത്തിൽ തിളങ്ങി.
ശിവന്റെയും വിഷ്ണുവിന്റെയും ആരാധന ജൈനബുദ്ധ മതങ്ങളുടെ സാന്നിധ്യത്തോടൊപ്പം സമൂഹത്തിൽ സഹവർത്തിത്വം സൃഷ്ടിച്ചു. ചെങ്കുട്ടുവൻ എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിച്ചു, ഒരു ഐക്യത്തിന്റെ പ്രതീകമായി. ഒരു ദിനം ഒരു ജൈന സന്യാസി വഞ്ചിയിലെത്തി. നിന്റെ ഭരണം നീതിയുടെ പാതയിലാണ്, എന്നാൽ അഹിംസ ജനങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കും, അവൻ പറഞ്ഞു. ചെങ്കുട്ടുവൻ ശാന്തമായി ശ്രദ്ധിച്ചു. നിന്റെ വാക്കുകൾ എന്റെ ജനതയുടെ ജീവനാണ്, അവൻ മറുപടി പറഞ്ഞു. നിന്റെ ആശ്രമത്തിന് ചേരനാടിന്റെ പിന്തുണയാ. ഇങ്ങനെ ചെങ്കുട്ടുവൻ ഒരു ഭരണാധികാരിയുടെ ഔദാര്യം കാട്ടി. ചേരനാടിന്റെ സുവർണയുഗം. ചെങ്കുട്ടുവന്റെ ഭരണം സംഘകാലത്തിന്റെ ഉച്ചകോടിയായിരുന്നു. മുസിരിസ് ലോകത്തിന്റെ വ്യാപാര ഹൃദയമായി തിളങ്ങി. വഞ്ചി ഒരു സാംസ്കാരിക കേന്ദ്രമായി, കവികളുടെ വാക്കുകളിൽ അനശ്വരമായി. നമ്മുടെ പൈതൃകം കടലിന്റെ ആഴങ്ങളെക്കാൾ ശക്തമാണ്, ചെങ്കുട്ടുവൻ പ്രഖ്യാപിച്ചു. തുറമുഖത്ത് യവനക്കപ്പലുകൾ സ്വർണ്ണനാണയങ്ങളുമായി എത്തി. ചേരനാടിന്റെ സമ്പത്ത് തമിഴകത്തിന്റെ അഭിമാനമായി. ഒരു ഉത്സവദിനത്തിൽ വഞ്ചിയിൽ ജനങ്ങൾ ഒത്തുകൂടി. കോട്ടവൈ ദേവിയുടെ ആരാധന, കവിതകളുടെ ആലാപനം, വ്യാപാരികളുടെ സന്തോഷം, ഇവയെല്ലാം ചേരനാടിന്റെ ഐക്യത്തെ പ്രതിനിധീകരിച്ചു. ചെങ്കുട്ടുവൻ തന്റെ ജനതയെ നോക്കി, നമ്മുടെ നാട് ലോകത്തിന്റെ ഹൃദയമാണ് എന്ന് പ്രഖ്യാപിച്ചു. അസ്തമയത്തിന്റെ നിഴൽ. വർഷങ്ങൾ കടന്നുപോയി. ചെങ്കുട്ടുവൻ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു. അവന്റെ പിൻഗാമികൾ അവന്റെ പ്രതാപം നിലനിർത്താൻ കഴിഞ്ഞില്ല. അധികാര വടംവലികൾ ചേരനാടിനെ ദുർബലമാക്കി. കലഭ്രർ ഒരു പുതിയ ശക്തിയായി തമിഴകത്തെ കീഴടക്കി. മുസ്രിസിന്റെ തുറമുഖം പതിയെ നിശബ്ദമായി. റോമൻ വ്യാപാരം ക്രമേണ ക്ഷയിച്ചു. സാമ്പത്തിക സമൃദ്ധി മങ്ങി. എന്നാൽ ചെങ്കുട്ടുവന്റെ പേര് 10 വരികളിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചു. അവന്റെ യുദ്ധങ്ങൾ, അവന്റെ ഔദാര്യം, അവന്റെ കലാസ്നേഹം, ഇവയെല്ലാം ചേരനാടിന്റെ സുവർണയുഗത്തിന്റെ ഓർമ്മയായി. എപ്പിലോഗ്. നിത്യമായ തീപ്പണ്ടം. ചെങ്കുട്ടുവന്റെ വാള്, മുസിരിസിന്റെ സ്വർണം, വഞ്ചിയുടെ കവിതകൾ, ഇവയെല്ലാം സംഘകാലത്തിന്റെ തിളക്കമായിരുന്നു. പെരിയാറിന്റെ തീരത്ത് അവന്റെ നാമം ഒരു തീപ്പണ്ടമായി എന്നേക്കും ജ്വലിച്ചു. ചേരനാടിന്റെ അഭിമാനം കാലത്തിന്റെ കാറ്റിനെ അതിജീവിക്കും. അവന്റെ വാക്കുകൾ തമിഴകത്തിന്റെ ഹൃദയത്തിൽ എക്കാലവും പ്രതിധ്വനിച്ചു. ചേരവംശത്തിന്റെ ഉദയവും ഭക്തിയുടെ വെളിച്ചവും. പെരിയാറിന്റെ തീരത്തെ വീരഗാഥകൾ. പെരിയാറിന്റെ തീരത്ത്, മുജിരി തുറമുഖത്തിന്റെ തിരക്കേറിയ തീരത്ത് ഒരു സാമ്രാജ്യം ഉയർന്നുനിന്നു. ക്രിസ്തുവിനു മുമ്പ് 2-ാം നൂറ്റാണ്ട്. ചേരനാടിന്റെ ഹൃദയം തുടിച്ചത് മുജിരിയിൽ. റോമാക്കാരുടെ കപ്പലുകൾ കറുപ്പും വെള്ളിയും മാറ്റിമറിച്ചിരുന്ന തുറമുഖത്ത്. കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ കുങ്കുമവും കുരുമുളകും കടലിനപ്പുറത്തേക്ക് കൊണ്ടുപോയി തിരിച്ച് സ്വർണവും വൈനും കൊണ്ടുവന്നു. ചേരനാട് ഒരു വാണിജ്യ സാമ്രാജ്യമായിരുന്നു. അതിന്റെ രാജാവ് ചെങ്കുട്ടുവൻ ഒരു വീരനായിരുന്നു. ചെങ്കുട്ടുവന്റെ കൊട്ടാരം കരുവൂരിൽ, പെരിയാറിന്റെ തീരത്ത്, കല്ലിൽ തീർത്ത ഒരു സ്വപ്നമായിരുന്നു. അവിടെ സംഘകാലത്തിന്റെ കവികൾ, പാണന്മാർ പാട്ടുകൾ പാടി. ശിലപ്പതികാരം എന്ന ഇതിഹാസം ചെങ്കുട്ടുവന്റെ വീരഗാഥകൾ പാടി. അവൻ വടക്കോട്ട് യമുനയുടെ തീരം വരെ സൈന്യവുമായി മുന്നേറി. കണ്ണകിയുടെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിതു. എന്നാൽ അവന്റെ ശക്തി വാളിൽ മാത്രമല്ല, ജനങ്ങളുടെ ഹൃദയങ്ങളിലായിരുന്നു. അവന്റെ ഭരണം സമൃദ്ധിയുടെ കാലമായിരുന്നു. പക്ഷെ ഒരു മഹാവൃക്ഷത്തിന്റെ നിഴലിൽ ചെറിയ ചെടികൾ വളരാത്തതുപോലെ അവന്റെ പിൻഗാമികൾക്ക് ആ പ്രതാപം നിലനിർത്താൻ കഴിഞ്ഞില്ല. കലഭ്രരുടെ ഇരുണ്ട നിഴൽ. നൂറ്റാണ്ടുകൾ കടന്നുപോയി. ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം. തമിഴകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു കറുത്ത മേഘം പടർന്നു. കലഭ്രർ. അവർ ആരായിരുന്നു? എവിടെ നിന്നു വന്നു? ചരിത്രം അവരെക്കുറിച്ച് മൗനം പാലിക്കുന്നു. ഒരു കൊടുങ്കാറ്റുപോലെ അവർ വന്നു. ചേര, ചോള, പാണ്ഡ്യ സാമ്രാജ്യങ്ങളെ കടപുഴക്കി. മുജിരി തുറമുഖം ശാന്തമായി. കപ്പലുകൾ വന്നില്ല. ക്ഷേത്രങ്ങൾ നിശബ്ദമായി. സാഹിത്യം ഇരുട്ടിലായി. കലഭ്രാർ ബുദ്ധമതവും ജൈനമതവും പിന്തുണച്ചു. എന്നാൽ പഴയ തമിഴ് പാരമ്പര്യങ്ങൾ മങ്ങി. മഹോദയപുരത്തിന്റെ കൊട്ടാരങ്ങൾ പൊടിപിടിച്ചു. ചേരനാടിന്റെ പഴയ പ്രതാപം ഒരു ഓർമ്മ മാത്രമായി. ചെറുനാട്ടു രാജാക്കന്മാർ പരസ്പരം കലഹിച്ചു. അധികാരത്തിനായി വടം വലിച്ചു. എന്നാൽ ഇരുട്ടിന്റെ ഈ കാലത്തും ഒരു വെളിച്ചം മിന്നിത്തുടങ്ങി. ഭക്തിയുടെ വെളിച്ചം. ഭക്തിയുടെ ഉണർവ്. ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ട്. തമിഴകത്തിന്റെ ഹൃദയത്തിൽ ഒരു പുതിയ ശക്തി ഉയർന്നുവന്നു. നായനാർമാരും ആഴ്വാർമാരും, ശിവന്റെയും വിഷ്ണുവിന്റെയും ഭക്തകവികൾ നാടുനീളം സഞ്ചരിച്ചു. അവരുടെ പാട്ടുകൾ ലളിതമായിരുന്നു, എന്നാൽ ഹൃദയത്തെ തൊട്ടു. ജാതിമതഭേദമന്യേ ജനങ്ങൾ അവരുടെ വാക്കുകൾക്ക് ചെവികൊടുത്തു.
യുദ്ധങ്ങളുടെ ശബ്ദത്തിനിടയിൽ ഭക്തി ഒരു അഭയമായി മാറി. ഈ അലകൾ പെരിയാറിന്റെ തീരങ്ങളിലും ആഞ്ഞടിച്ചു. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ഒരു യുവാവ് മഹാവിഷ്ണുവിന്റെ മുന്നിൽ ധ്യാനിച്ചിരുന്നു. അവന്റെ പേര് കുലശേഖരൻ. ചേരവംശത്തിന്റെ ഒരു ശാഖയിലെ രാജകുമാരൻ. എന്നാൽ ഒരു സാധാരണ രാജാവായിരുന്നില്ല അവൻ. വാളിനേക്കാൾ തൂലികയിൽ അവൻ ആനന്ദം കണ്ടെത്തി. സൈന്യത്തിന്റെ നേതൃത്വത്തിനേക്കാൾ വേദങ്ങളും ഇതിഹാസങ്ങളും പഠിക്കാനാണവൻ ഇഷ്ടപ്പെട്ടത്. കുലശേഖരന്റെ യാത്ര. ഒരു രാത്രി കുലശേഖരൻ ഒരു സ്വപ്നം കണ്ടു. മഹാവിഷ്ണു അവനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ചെങ്കോൽ ഒരു തൂലികയാകട്ടെ, നിന്റെ സൈന്യം ഭക്തരാകട്ടെ, ഈ നാടിനെ ധർമ്മത്തിന്റെ നൂലിൽ കോർത്തെടുക്കുക. ആ സ്വപ്നം അവന്റെ ജീവിതം മാറ്റിമറിച്ചു. അവൻ കൊട്ടാരം വിട്ടിറങ്ങി ഒരു സാധാരണ ഭക്തനായി നാടുനീളം സഞ്ചരിച്ചു. പെരുമാൾ തിരുമൊഴി എന്ന കാവ്യം അവൻ രചിച്ചു. തമിഴകത്തിന്റെ ഹൃദയങ്ങളിൽ അത് പ്രതിധ്വനിച്ചു. മുകുന്ദമാല എന്ന സംസ്കൃത സ്തോത്രം പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തി. അവന്റെ പ്രശസ്തി കാട്ടുതീ പോലെ പടർന്നു. ജനങ്ങൾ അവനെ രാജാവെന്നല്ല, ഒരു വിശുദ്ധൻ എന്ന് വിളിച്ചു. കുലശേഖര ആഴ്വാർ എന്നവർ വിളിച്ചു. അവന്റെ വാക്കുകൾ നാട്ടുരാജാക്കന്മാരുടെ കലഹങ്ങൾ കരുതിവരുത്തി. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ ഉദയം. ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിന്റെ അവസാനം. മഹോദയപുരത്തെ പുനർനിർമ്മിച്ച കൊട്ടാരത്തിൽ കുലശേഖരവർമ്മൻ സിംഹാസനാരോഹണം ചെയ്തു. അതൊരു യുദ്ധവിജയത്തിന്റെ ആഘോഷമായിരുന്നില്ല, ഒരു സാംസ്കാരിക വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. ചേരവംശം വീണ്ടും ഉയർന്നു. വാളിന്റെ ശക്തിയിലല്ല, ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും അടിത്തറയിൽ. കുലശേഖരന്റെ ഭരണം തമിഴകത്തിന്റെ സമൃദ്ധിയുടെ പുതിയ യുഗത്തിന് തുടക്കമിട്ടു. മുജിരി തുറമുഖം വീണ്ടും തിരക്കേറിയതായി. അറബ് വ്യാപാരികൾ കപ്പലുകളുമായി എത്തി. ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടു. സാഹിത്യവും കലയും വീണ്ടും വിരിഞ്ഞു. ചേരനാട് ഒരു പുതിയ പെരുമാൾമാരുടെ യുഗത്തിലേക്ക് കടന്നു. ചീരനാടിന്റെ ഉദയം. ഭക്തിയും ഭരണവും. മഹോദയപുരത്തിന്റെ ഹൃദയം. നീലാകാശത്തിന് കീഴെ പെരിയാറിന്റെ തീരത്ത് മഹോദയപുരം എന്ന നഗരം ഒരു രത്നം പോലെ തിളങ്ങി. 8-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ ചേരനാടിന്റെ തലസ്ഥാനമായ ഈ നഗരം വാണിജ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായിരുന്നു. കടൽവഴി വന്ന അറബ് വ്യാപാരികൾ, ചൈനീസ് കപ്പലുകൾ, തമിഴകത്തുനിന്നുള്ള സന്യാസികൾ എല്ലാം ഈ തുറമുഖ നഗരത്തിൽ ഒത്തുചേർന്നു. ക്ഷേത്രങ്ങളുടെ ഘണ്ഠനാദവും വിപണികളുടെ ആരവവും കടൽത്തീരത്തെ തിരമാലകളുടെ ഗർജനവും ഒരുമിച്ച് മഹോദയപുരത്തിന്റെ ജീവനായി. ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ ചേരരാജാവായ കുലശേഖരവർമ്മൻ ഭരണം നടത്തി. അദ്ദേഹത്തിന്റെ കൊട്ടാരം ഒരു കോട്ടയല്ല, മറിച്ചൊരു ആശ്രമം പോലെ തോന്നിച്ചു. കുലശേഖരന്റെ മനസ്സ് മഹാവിഷ്ണുവിന്റെ ഭക്തിയിൽ ലയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുകുന്ദമാല എന്ന ഭക്തിഗീതങ്ങൾ ക്ഷേത്രങ്ങളിൽ മുഴങ്ങി, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങി. എന്നാൽ അദ്ദേഹം ഒരു ഭക്തൻ മാത്രമായിരുന്നില്ല, ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. മഹോദയപുരത്തിന്റെ തുറമുഖം അദ്ദേഹത്തിന്റെ കീഴിൽ വളർന്നു. കപ്പലുകൾ കടൽമാർഗം മുസിരിസിലേക്കെത്തി. കുരുമുളകും മുത്തും തേക്കും വിദേശഭൂമികളിലേക്ക് കയറ്റി അയച്ചു. കുലശേഖരന്റെ ഭരണം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ചേരനാട് പഴയകാല സംഘം യുഗത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഉയർന്നുവന്ന് ഒരു ശക്തമായ സാമ്രാജ്യമായി മാറുകയായിരുന്നു. എന്നാൽ അതിർത്തികൾക്കപ്പുറം പാണ്ഡ്യന്മാരും ചോളന്മാരും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഈ 3 ശക്തികൾ തമ്മിലുള്ള മത്സരം തമിഴകത്തിന്റെ ചരിത്രത്തെ രൂപപ്പെടുത്താൻ പോകുന്നു. ഭക്തിയുടെ വഴികൾ. കുലശേഖരന്റെ ഭരണകാലത്ത് തമിഴകത്ത് ഭക്തിപ്രസ്ഥാനം ഒരു വൻ തിരമാല പോലെ ഉയർന്നു. വൈഷ്ണവ ആഴ്വാർമാരും ശൈവനായന്മാരും ജനങ്ങളെ ദൈവത്തോടടുപ്പിച്ചു. കുലശേഖരൻ ഒരാഴ്വാർ എന്ന നിലയിൽ മഹാവിഷ്ണുവിന്റെ മഹിമ പാടി. അദ്ദേഹത്തിന്റെ പെരുമാൾ തിരുമൊഴി ജനങ്ങളുടെ മനസ്സിൽ ഭക്തിയുടെ വിത്തുകൾ പാകി. എന്നാൽ ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹം ഭക്തിയെ ഭരണവുമായി സമന്വയിപ്പിച്ചു. ക്ഷേത്രങ്ങൾക്ക് ഭൂമി ദാനം ചെയ്തു. ബ്രാഹ്മണർക്ക് അവരുടെ ആചാരങ്ങൾ നടത്താൻ സംരക്ഷണം കൊടുത്തു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വൈദിക പണ്ഡിതന്മാർ, വ്യാപാരികൾ, വിദേശദൂതന്മാർ എല്ലാവരും ഒരുമിച്ചുകൂടി. കുലശേഖരൻ ഒരു ദാർശനികനെപ്പോലെ സംസാരിച്ചു. എന്നാൽ ഒരു രാജാവിന്റെ ദൃഢതയോടെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണം ഒരു സുവർണയുഗത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെട്ടു. രാജശേഖരന്റെ ഉദയം. കുലശേഖരനു ശേഷം സിംഹാസനത്തിലേറിയത് അദ്ദേഹത്തിന്റെ പുത്രനായ രാജശേഖരവർമ്മനായിരുന്നു.
രാജശേഖരൻ പിതാവിനെപ്പോലെ ഭക്തനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭക്തി മഹാദേവനിലേക്കായിരുന്നു. ശിവന്റെ താണ്ഡവം അദ്ദേഹത്തിന്റെ മനസ്സിൽ നൃത്തം ചെയ്തു. തിരുവഞ്ചിക്കുളത്തെ ശിവക്ഷേത്രം അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ആലയമായി. രാജശേഖരന്റെ ഭരണം ചേരനാടിനെ കൂടുതൽ ശക്തമാക്കി. മഹോദയപുരം ഒരു വാണിജ്യ കേന്ദ്രം മാത്രമല്ല, ഒരു സാംസ്കാരിക തലസ്ഥാനവുമായി. അദ്ദേഹം ക്ഷേത്രങ്ങൾക്ക് ദാനങ്ങൾ നൽകി ബ്രാഹ്മണ സമുദായങ്ങളെ പിന്തുണച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന വാഴപ്പള്ളി ശാസനമായിരുന്നു. വാഴപ്പള്ളി ശാസനം. രാജശേഖരന്റെ ഭരണകാലത്ത് വാഴപ്പള്ളി ക്ഷേത്രത്തിന്റെ ഭരണം ഒരു മാതൃകയായി. അദ്ദേഹം ഒരു ചെമ്പുതകിടിൽ ഒരു ശാസനം കൊത്തി. അതിൽ ക്ഷേത്രത്തിന്റെ ഭൂമി, ദാനങ്ങൾ, ഭരണനിർവഹണം എന്നിവ വിശദമായി രേഖപ്പെടുത്തി. ഈ ശാസനം ചേരനാടിന്റെ ഭരണവ്യവസ്ഥയുടെ ശക്തിയും സംഘടനയും വെളിപ്പെടുത്തി. ക്ഷേത്രങ്ങൾ ഒരു സാമൂഹിക സാമ്പത്തിക കേന്ദ്രമായി ജനങ്ങൾക്ക് സേവനം നൽകി. പാണ്ഡ്യ-ചേര സംഘർഷം. അതിർത്തികൾക്കപ്പുറം പാണ്ഡ്യന്മാർ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയായിരുന്നു. ചേരനാടിന്റെ തെക്കൻ പ്രദേശങ്ങൾ പാണ്ഡ്യന്മാരുടെ ലക്ഷ്യമായിരുന്നു. എന്നാൽ രാജശേഖരൻ ഒരു ദുർബലനായ രാജാവായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സൈന്യം മഹോദയപുരത്തിന്റെ സമ്പത്തിന്റെ പിന്തുണയോടെ അതിർത്തികൾ സംരക്ഷിച്ചു. ചരിത്രരേഖകളിൽ ഒരു പ്രത്യേക യുദ്ധത്തിന്റെ വിവരങ്ങളില്ലെങ്കിലും ചേര-പാണ്ഡ്യ സംഘർഷങ്ങൾ ഒരു സാധാരണ സംഭവമായിരുന്നു. ഭക്തനായ ഭരണാധികാരി. രാജശേഖരന്റെ ജീവിതം ഭക്തിയും ഭരണവും തമ്മിലുള്ള ഒരു സന്തുലനമായിരുന്നു. അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു, എന്നാൽ ഒരു യോദ്ധാവിന്റെ ധൈര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചേരമാൻ പെരുമാൾ നായനാർ എന്ന പേര് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിന്നു. അദ്ദേഹത്തിന്റെ ഭരണം ചേരനാടിന്റെ സുവർണയുഗത്തിന്റെ ഒരു പ്രതീകമായി. ചേരനാടിന്റെ സുവർണയുഗം. വാളും വാണിജ്യവും. മഹോദയപുരത്തിന്റെ ഉദയം. സമുദ്രത്തിന്റെ ഗർജനങ്ങൾക്കിടയിൽ പെരിയാറിന്റെ തീരത്ത് മഹോദയപുരം എന്ന നഗരം ഒരു വാണിജ്യ സാമ്രാജ്യമായി ഉയർന്നു. 9-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ചേരനാടിന്റെ ഹൃദയമായിരുന്നു ഈ നഗരം. തുറമുഖത്ത് അറബ്, ചൈനീസ്, യഹൂദ, ക്രൈസ്തവ വ്യാപാരികളുടെ കപ്പലുകൾ നങ്കൂരമിട്ടു. കുരുമുളകിന്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും മണം വായുവിൽ നിറഞ്ഞു. ഈ സുവർണയുഗത്തിന്റെ നായകനായി സിംഹാസനത്തിലേറിയത് സ്ഥാണുരവിവർമ്മനാണ്. സ്ഥാണുരവി ഒരു സാധാരണ രാജാവായിരുന്നില്ല. യുദ്ധവീരന്മാർക്ക് പ്രിയപ്പെട്ട വാളിന്റെ ശക്തിയേക്കാൾ വാക്കിന്റെയും വാണിജ്യത്തിന്റെയും ശക്തിയിൽ അദ്ദേഹം വിശ്വസിച്ചു. നമ്മുടെ സാമ്രാജ്യത്തിന്റെ ശക്തി അതിന്റെ തുറമുഖങ്ങളാണ്, അദ്ദേഹം തന്റെ മന്ത്രിമാരോട് പറഞ്ഞു. കപ്പലുകൾ കൊണ്ടുവരുന്നത് സമ്പത്തു മാത്രമല്ല, പുതിയ ആശയങ്ങളും സംസ്കാരങ്ങളും സൗഹൃദവുമാണ്. തുറമുഖത്തെ തിരക്ക്. മഹോദയപുരത്തിന്റെ തുറമുഖം ഒരു ലോകത്തിന്റെ കവാടമായിരുന്നു. അറബിയൻ വ്യാപാരി സുലൈമാൻ അൽ താജിർ തന്റെ യാത്രാവിവരണങ്ങളിൽ ചേരനാടിന്റെ സമൃദ്ധി വർണ്ണിച്ചു. ഇവിടെ ഒരു രാജാവ് ഭരിക്കുന്നു, അവന്റെ നീതി എല്ലാ മനുഷ്യർക്കും തുല്യമാണ്, അവൻ എഴുതി. സുലൈമാൻ കണ്ടത് കുരുമുളകിന്റെ ചാക്കുകളും സുഗന്ധദ്രവ്യങ്ങളുടെ കൂമ്പാരങ്ങളും ചൈനീസ് പട്ടിന്റെ നിറക്കൂട്ടുകളുമാണ്. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിയത് ചേരനാടിന്റെ സഹിഷ്ണുതയാണ്. ഹിന്ദുക്കൾ, ക്രൈസ്തവർ, യഹൂദർ, മുസ്ലിംകളെല്ലാം ഒരുമിച്ച് വ്യാപാരം നടത്തുന്ന ഒരു നഗരം. സ്ഥാണുരവി ഈ വൈവിധ്യത്തെ ഒരു ശക്തിയായി കണ്ടു. അദ്ദേഹം തന്റെ മന്ത്രിമാരോട് പറഞ്ഞു, നമ്മുടെ തുറമുഖങ്ങൾ തുറന്നുകിടക്കണം, എല്ലാ മനുഷ്യരും ഇവിടെ അവന്റെ സ്വപ്നങ്ങൾക്കിടമുണ്ട്. ഈ ദർശനമാണ് കൊല്ലത്തെ ക്രൈസ്തവ സമുദായത്തിന് തരിസാപ്പള്ളി ശാസനം നൽകാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത്. തരിസാപ്പള്ളി ശാസനം 849-ൽ സ്ഥാണുരവിവർമ്മൻ ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. കൊല്ലത്തെ തുറമുഖത്ത് ക്രൈസ്തവ വ്യാപാരികൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകി ഒരു ചെമ്പിതകിട് ശാസനം പുറപ്പെടുവിച്ചു. തരിസാപ്പള്ളി ശാസനം എന്നറിയപ്പെട്ട ഈ രേഖ ഒരു ഭൂദാന രേഖ മാത്രമായിരുന്നില്ല, അത് ചേരനാടിന്റെ വാണിജ്യ ദർശനത്തിന്റെ പ്രതീകമായിരുന്നു. ശാസനം ക്രൈസ്തവ സമുദായത്തിന് ഭൂമിയും വ്യാപാര അവകാശങ്ങളും സ്വന്തം ഭരണസമിതി രൂപീകരിക്കാനുള്ള അനുമതിയും നൽകി. കൊല്ലത്തെ തുറമുഖത്ത് മാർ സാപ്പുർ എന്ന ക്രൈസ്തവ നേതാവ് രാജാവിന് നന്ദി പറഞ്ഞു. നിന്റെ നീതി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും, അവൻ പറഞ്ഞു. സ്ഥാണുരവി മറുപടി നൽകി, നിന്റെ ജനതയുടെ വിജയം എന്റെ രാജ്യത്തിന്റെ വിജയമാണ്. ഈ ശാസനം ചേരനാടിന്റെ തുറമുഖങ്ങളിലേക്ക് കൂടുതൽ വ്യാപാരികളെ ആകർഷിച്ചു. അറബിയൻ, പേർഷ്യൻ, ചൈനീസ് കപ്പലുകൾ കൊല്ലത്തേക്ക് ഒഴുകിയെത്തി.
നയതന്ത്രത്തിന്റെ കരുത്ത്. സ്ഥാണുരലി ഒരു യുദ്ധവീരനായിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു മഹാനയതന്ത്രജ്ഞനായിരുന്നു. വടക്കൻ അതിർത്തിയിൽ രാഷ്ട്രകൂടന്മാർ ശക്തി പ്രാപിച്ചപ്പോൾ അദ്ദേഹം യുദ്ധത്തിനു പകരം സഖ്യങ്ങൾ തേടി. ചോളന്മാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ വിവാഹബന്ധങ്ങളെക്കുറിച്ചുള്ള കഥകൾ ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ മങ്ങിയിരിക്കുന്നു. പകരം അദ്ദേഹം വാണിജ്യബന്ധങ്ങളിലൂടെ രാഷ്ട്രകൂടന്മാരെ ശാന്തമാക്കി. നമ്മുടെ സമ്പത്ത് അവരുടെ അത്യാഗ്രഹത്തെ മറികടക്കും, അദ്ദേഹം തന്റെ സഭയിൽ പ്രഖ്യാപിച്ചു. ചേരനാടിന്റെ തുറമുഖങ്ങൾ സമൃദ്ധമായപ്പോൾ രാഷ്ട്രകൂടന്മാർക്ക് യുദ്ധം തുടങ്ങാൻ ധൈര്യം കുറഞ്ഞു. സ്ഥാണുരവിയുടെ ഭരണം ഒരു സമാധാനത്തിന്റെ യുഗമായിരുന്നു. വാളിന്റെ ശബ്ദമില്ലാതെ വാണിജ്യത്തിന്റെ തിരമാലകൾ മാത്രമുയർന്നു. ചോളന്മാരുടെ ഉദയം. സ്ഥാണുരവിവർമ്മനുടെ ഭരണത്തിനുശേഷം ചേരനാടൊരു സുവർണ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. എന്നാൽ കിഴക്ക് തമിഴകത്ത് ഒരു പുതിയ ശക്തി ഉയർന്നുവന്നു, ചോളന്മാർ. 10-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ മഹോദയപുരത്തിന്റെ സിംഹാസനത്തിലേറി. അദ്ദേഹം സ്ഥാണുരവിയുടെ പാരമ്പര്യം തുടർന്നു. വാണിജ്യവും സഹിഷ്ണുതയും രാജ്യത്തിന്റെ അടിസ്ഥാനമായി. ഭാസ്കരരവി ഒരു സമാധാനപ്രിയനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കൊല്ലം ഒരാഗോള വാണിജ്യ കേന്ദ്രമായി മാറി. യഹൂദ വ്യാപാരികൾ അഞ്ചുവണ്ണം എന്ന സമുദായത്തിന്റെ നേതൃത്വത്തിൽ ചേരനാടിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ചില കഥകൾ പറയുന്നു, ഭാസ്കരരവി യഹൂദ സമുദായത്തിന് പ്രത്യേക അവകാശങ്ങൾ നൽകിയെന്ന് ഒരു ചെമ്പിത്തകിട് ശാസനത്തിലൂടെ. എന്നാൽ ഈ ശാസനത്തിന്റെ കൃത്യമായ കാലം ചരിത്രകാരന്മാർക്കിടയിൽ തർക്കവിഷയമാണ്. ജൂത-ക്രൈസ്തവ സഹവർത്തിത്വം. ഭാസ്കരരവിയുടെ ഭരണത്തിൽ ചേരനാട് മതസൗഹാർദ്ദത്തിന്റെ ഒരു മാതൃകയായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ ശക്തി പ്രാപിച്ചെങ്കിലും യഹൂദരും ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും തങ്ങളുടെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. കൊല്ലത്തെ യഹൂദപ്പള്ളിയും ക്രൈസ്തവ ദേവാലയങ്ങളും ഈ വൈവിധ്യത്തിന്റെ അടയാളമായിരുന്നു. നിന്റെ ദൈവം ആരായാലും നിന്റെ വ്യാപാരം എന്റെ രാജ്യത്തിന്റെ ശക്തിയാണ്, ഭാസ്കരരവി ഒരു വ്യാപാരിയോട് പറഞ്ഞതായി പറയപ്പെടുന്നു. കാന്തള്ളൂർ ശാലയുടെ പതനം. എന്നാൽ സമാധാനത്തിന്റെ ഈ യുഗം ദീർഘകാലം നീണ്ടുനിന്നില്ല. കിഴക്ക് ചോളന്മാർ ഒരു സൈനിക ശക്തിയായി വളർന്നു. രാജരാജ ചോളൻ തന്റെ മഹത്വാഭിലാഷങ്ങളുമായി തെക്കിന്റെ തുറമുഖങ്ങൾ കീഴടക്കാൻ ശ്രമിച്ചു. അവന്റെ ലക്ഷ്യം കാന്തള്ളൂർ ശാലയായിരുന്നു, ചേരനാടിന്റെ പ്രധാന നാവിക കേന്ദ്രം. ഒരു പ്രഭാതത്തിൽ ചോളന്മാരുടെ കപ്പലുകൾ കാന്തള്ളൂർ ശാലയുടെ തീരത്തെത്തി. ചേരന്മാർ ധീരമായി പോരാടി. എന്നാൽ ചോളന്മാരുടെ സൈനിക ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ചോളലിഖിതങ്ങൾ പറയുന്നു, രാജരാജ കാന്തള്ളൂർ ശാലയെ കലമറുത്തു. ഈ വിജയം ചോളന്മാരുടെ ആധിപത്യത്തിന്റെ തുടക്കമായിരുന്നു. ഭാസ്കര രവിവർമ്മൻ തന്റെ സമാധാനപ്രിയമായ ഭരണം ഉപേക്ഷിച്ച് മഹോദയപുരത്തിന്റെ പ്രതിരോധത്തിനായി തയ്യാറെടുത്തു. നമ്മുടെ പതാക ഒരിക്കലും താഴില്ല, അദ്ദേഹം തന്റെ സൈന്യത്തോട് പ്രഖ്യാപിച്ചു. എന്നാൽ ചോളന്മാരുടെ ശക്തി അപ്രതിരോധ്യമായിരുന്നു. ചേരചോള യുദ്ധം ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ടത്തിന് തിരികൊളുത്തി. ചേരനാടിന്റെ പൈതൃകം. ചേരനാടിന്റെ സുവർണയുഗം സ്ഥാണുരവിവർമ്മനുടെയും ഭാസ്കര രവിവർമ്മനുടെയും ഭരണത്തിൽ വാണിജ്യത്തിന്റെയും സഹിഷ്ണുതയുടെയും കഥ പറഞ്ഞു. അവരുടെ തുറമുഖങ്ങൾ ലോകത്തിന്റെ ഹൃദയമായി മാറി. അവരുടെ ശാസനങ്ങൾ മതസൗഹാർദ്ദത്തിന്റെയും വ്യാപാരത്തിന്റെയും പ്രതീകങ്ങളായി. എന്നാൽ ചോളന്മാരുടെ ഉയർച്ച ഈ സാമ്രാജ്യത്തിന്റെ ശക്തിയെ പരീക്ഷിച്ചു. മഹോദയപുരത്തിന്റെ മതിലുകൾക്കു മുകളിൽ ചേരന്റെ വില്ലടയാളമിട്ട പതാക ഇന്നും ചരിത്രത്തിന്റെ കാറ്റിൽ പാറുന്നു. അവർ പോരാടിയത് ഒരു രാജ്യത്തിനു വേണ്ടി മാത്രമല്ല, ഒരു ദർശനത്തിനു വേണ്ടിയാണ്. എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നൊരു ലോകത്തിനു വേണ്ടി. ചേര സാമ്രാജ്യത്തിന്റെ ഉദയവും പതനവും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പിനും അറബിക്കടലിന്റെ തിരമാലകൾക്കുമിടയിൽ ഒരു സാമ്രാജ്യം ഉയർന്നുവന്നു. ചേരന്മാർ, തമിഴകത്തിന്റെ മൂവേന്തന്മാരിൽ ഒരു വംശം. വ്യാപാരത്തിന്റെയും യുദ്ധത്തിന്റെയും കഥകൾ രചിച്ചവർ. അവരുടെ തലസ്ഥാനമായ മുസിരീസ് ലോകത്തിന്റെ വിവിധ കോണകളിൽ നിന്നുള്ള വ്യാപാരികളെ ആകർഷിച്ചു. റോമൻ സ്വർണ്ണനാണയങ്ങൾ, കുരുമുളകിന്റെ മണം, ആനക്കൊമ്പിന്റെ തിളക്കം, ഇവയെല്ലാം ചേർന്ന് ചേരനാടിനെ ഒരു വാണിജ്യശക്തിയാക്കി. എന്നാൽ ഈ കഥ വെറും വ്യാപാരത്തിന്റെ മാത്രമല്ല, ഇത് ധീരതയുടെ, സംഘർഷത്തിന്റെ, അതിജീവനത്തിന്റെ കഥയാണ്. ചേരന്മാർ തങ്ങളുടെ എതിരാളികളായ ചോളന്മാരോടും പാണ്ഡ്യന്മാരോടും പോരാടി അവർ ഒരു സാമ്രാജ്യം പടുത്തുയർത്തി. അത് നൂറ്റാണ്ടുകളോളം നിലനിന്നു. എന്നാൽ 11-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ മഹത്തായ അധ്യായം
അവസാനിക്കുകയായിരുന്നു. അവസാനത്തെ പെരുമാളായ രാമവർമ്മ കുലശേഖരന്റെ കഥ ചേരനാടിന്റെ പതനത്തിന്റെ ദുരന്തകാവ്യമാണ്. സംഘകാലത്തെ ചേരന്മാർ. ചേരന്മാരുടെ തുടക്കം നഷ്ടപ്പെട്ട കാലത്തിന്റെ മൂടൽമഞ്ഞിനുള്ളിൽ മറഞ്ഞിരിക്കുന്നു. എന്നാൽ സംഘസാഹിത്യം 10 അകനാനൂറ് നമുക്കൊരു ജാലകം തുറന്നുതരുന്നു. ക്രിസ്തുവിനു മുമ്പ് 3-ാം നൂറ്റാണ്ടിനും ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിനുമിടയിൽ ചേരന്മാർ തമിഴകത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് ശക്തി പ്രാപിച്ചു. അവരുടെ തലസ്ഥാനം വഞ്ചി. ചില ചരിത്രകാരന്മാർ കൊടുങ്ങല്ലൂരാണെന്നും മറ്റു ചിലർ തമിഴ്നാട്ടിലെ കരൂർ ആണെന്നും വാദിക്കുന്നു. എന്നാൽ മുസിരിസ്, ആധുനിക കേരളത്തിലെ കൊടുങ്ങല്ലൂർ, അവരുടെ വാണിജ്യ ഹൃദയമായിരുന്നു. മുസിരിസ് ഒരു ആഗോള വ്യാപാര കേന്ദ്രമായിരുന്നു. പെരിപ്ലസ് ഓഫ് ദ എറിത്രേയൻ സീ എന്ന ഗ്രീക്ക് ഗ്രന്ഥം മുസിരിസിനെ വർണ്ണിക്കുന്നു. കുരുമുളകിന്റെ കേന്ദ്രം, റോമൻ കപ്പലുകൾ വരുന്ന തുറമുഖം, റോമൻ സ്വർണ്ണനാണയങ്ങൾ, മദ്യം, ഓടുകൾ എന്നിവ ഇറക്കുമതി ചെയ്യപ്പെട്ടു. കുരുമുളക്, സുഗന്ധദ്രവ്യങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് എന്നിവ കയറ്റുമതി ചെയ്യപ്പെട്ടു. ഈ വ്യാപാരം ചേരന്മാർക്ക് അപാരമായ സമ്പത്ത് നൽകി. ഉദിയൻ ചേരലാഥൻ സംഘകാലത്തെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു. ഈ വ്യാപാരത്തിന്റെ അടിത്തറ പാകി. 10 അദ്ദേഹത്തെ ഒരു യോദ്ധാവായും ദാനശീലനായും വർണ്ണിക്കുന്നു. ചോളന്മാരും പാണ്ഡ്യന്മാരും ചേരന്മാരുടെ പ്രധാന എതിരാളികളായിരുന്നു. മൂവേന്തന്മാർ എന്നറിയപ്പെട്ട ഈ 3 വംശങ്ങൾ തമിഴകത്തിന്റെ ആധിപത്യത്തിനായി നിരന്തരം പോരാടി. എന്നാൽ ചേരന്മാർ തങ്ങളുടെ വ്യാപാരശക്തിയിലൂടെ ഒരു പ്രത്യേക സ്ഥാനം നേടി. അവരുടെ നാവികസേന കടലിന്റെ മാർഗങ്ങൾ സംരക്ഷിച്ചു. മുസിരിസിന്റെ തുറമുഖത്ത് റോമൻ, അറബ്, ചൈനീസ് വ്യാപാരികൾ ഒത്തുചേർന്നു. ഇത് ചേരനാടിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി. പെരുമാൾ യുഗത്തിന്റെ ഉദയം. ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടോടെ ചേരന്മാർ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. പെരുമാൾ യുഗം. മഹോദയപുരം അവരുടെ പുതിയ തലസ്ഥാനമായി. പെരുമാൾ ഭരണം ഒരു കേന്ദ്രീകൃത സാമ്രാജ്യമായിരുന്നില്ല, മറിച്ച് നാടുവാഴികളുടെ ഒരു സമ്മേളനമായിരുന്നു. ഓരോ നാടുവാഴിയും തന്റെ പ്രദേശത്തു ഭരണം നടത്തി. എന്നാൽ പെരുമാളിനു വിധേയത്വം പ്രഖ്യാപിച്ചു. ഈ ഘടന ചേരനാടിനെ ഒരു ഫെഡറൽ രാഷ്ട്രത്തിന് സമാനമാക്കി. ഈ കാലത്തെ ചേരന്മാർ ഹൈന്ദവ, ജൈന, ബുദ്ധ, ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങളുമായി സഹവർത്തിത്വം പുലർത്തി. മുസിരിസിൽ ക്രൈസ്തവ മുസ്ലിം വ്യാപാരികൾക്ക് പ്രത്യേക സ്ഥാനം ലഭിച്ചു. തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം, ജൈനബുദ്ധ വിഹാരങ്ങൾ എന്നിവ സാംസ്കാരിക വൈവിധ്യത്തിന്റെ തെളിവായിരുന്നു. ചേരന്മാർ ക്ഷേത്രങ്ങളെ സംപോഷിച്ചെങ്കിലും മതസൗഹാർദ്ദം അവരുടെ ഭരണത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ചോളന്മാരുടെ ആക്രമണം. 10-ാം നൂറ്റാണ്ടോടെ ചോള സാമ്രാജ്യം ഒരു ശക്തമായ സൈനിക ശക്തിയായി ഉയർന്നുവന്നു. രാജരാജ ചോളൻ ഒന്നാമൻ 985 മുതൽ 1014 വരെ മഹാദയപുരത്തെ ആക്രമിച്ചു. തുറമുഖം പലതവണ ആക്രമിക്കപ്പെട്ടു. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ 1012 മുതൽ 1044 വരെ ഈ ആക്രമണങ്ങൾ തുടർന്നു. ചോളന്മാരുടെ നാവികസേന മുസിരിസിന്റെ വ്യാപാരത്തെ തടസ്സപ്പെടുത്തി. ചേരന്മാരുടെ ഖജനാവ് ശൂന്യമായി. സൈന്യം ക്ഷയിച്ചു. 11-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കുലോത്തുംഗ ചോളൻ ഒന്നാമൻ 1070 മുതൽ 1110 വരെ ചേരനാടിനെ പൂർണ്ണമായും വരുതിയിലാക്കി. ചോള ശിലാലിഖിതങ്ങൾ മഹോദയപുരം ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാണെന്ന് രേഖപ്പെടുത്തുന്നു. ചേരന്മാരുടെ ശക്തി ക്ഷയിച്ചു. നാടുവാഴികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങി. രാമവർമ്മ കുലശേഖരന്റെ ധീരത. ഈ ഇരുണ്ട കാലത്താണ് രാമവർമ്മ കുലശേഖരൻ സിംഹാസനത്തിലെത്തുന്നത്. അദ്ദേഹം ഒരു ദുരന്തനായകനായിരുന്നു, ഒരു മഹാസാമ്രാജ്യത്തിന്റെ അവസാനത്തെ പ്രതീക്ഷ. ചോളന്മാരുടെ ആധിപത്യം അദ്ദേഹത്തിന്റെ ഭരണത്തെ ദുഷ്കരമാക്കി. മഹോദയപുരം നഷ്ടപ്പെട്ടിരുന്നു. സൈന്യം ദുർബലമായിരുന്നു. വ്യാപാരം തകർന്നിരുന്നു. എന്നാൽ രാമവർമ്മ തോൽവി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തന്റെ തലസ്ഥാനം കൊല്ലത്തേക്ക് മാറ്റി. കൊല്ലം തെക്കുകേരളത്തിൽ വളരുന്ന ഒരു തുറമുഖമായിരുന്നു. ഇവിടെ നിന്ന് അദ്ദേഹം ചോളന്മാർക്കെതിരെ പ്രതിരോധം ശക്തമാക്കി. ചോളശിലാലിഖിതങ്ങൾ രാമവർമ്മയുടെ പ്രതിരോധ ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു. എങ്കിലും വിശദാംശങ്ങൾ അവ്യക്തമാണ്. അദ്ദേഹം നാടുവാഴികളെ ഒന്നുകൂട്ടി ചെറിയ സൈന്യങ്ങളെ സംഘടിപ്പിച്ചു. എന്നാൽ ചോളന്മാരുടെ ശക്തമായ സൈന്യത്തിനു മുന്നിൽ ഈ ശ്രമങ്ങൾ പരിമിതമായ വിജയം മാത്രമേ നേടിയുള്ളൂ. ചേരനാടിന്റെ പതനം. 1102 ചേരപെരുമാൾ ഭരണം അവസാനിച്ചു. ഇതൊരു നാടകീയമായ അന്ത്യമായിരുന്നില്ല, മറിച്ചൊരു ക്രമാനുഗതമായ തകർച്ചയായിരുന്നു. ചോളന്മാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിയന്ത്രിച്ചു. നാടുവാഴികൾ സ്വതന്ത്രരായി പ്രവർത്തിക്കാൻ തുടങ്ങി. കൊല്ലത്തെ ആസ്ഥാനമാക്കി വേണാട് രാജവംശം ഉയർന്നുവന്നു. മഹോദയപുരത്ത് പെരുമ്പടപ്പ് സ്വരൂപം, വടക്ക് ഗോലത്തുനാട്, കോഴിക്കോട് സാമൂതിരി എന്നിവ ഉദയം ചെയ്തു. ഈ പുതിയ രാജ്യങ്ങൾ ചേരന്മാരുടെ പിൻഗാമികളാണെന്ന് അവകാശപ്പെട്ടു.
ചേരന്മാരുടെ പാരമ്പര്യം. ചേര സാമ്രാജ്യം അവസാനിച്ചെങ്കിലും അവരുടെ പാരമ്പര്യം കേരളത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നു. മുസിരിസിന്റെ വ്യാപാര പാരമ്പര്യം, മതസൗഹാർദ്ദം, തമിഴ് മലയാള ഭാഷയുടെ വികാസം ഇവയെല്ലാം ചേരന്മാരുടെ സംഭാവനകളാണ്. കേരളത്തിന്റെ തുറമുഖങ്ങൾ, ക്ഷേത്രങ്ങൾ, സാഹിത്യം എന്നിവയിൽ ചേരന്മാരുടെ കയ്യൊപ്പ് കാണാം. ഉപസംഹാരം: രാമവർമ്മ കുലശേഖരന്റെ കഥ ഒരു സാമ്രാജ്യത്തിന്റെ അവസാന ശ്വാസമാണ്. അദ്ദേഹം പോരാടി, പ്രതിരോധിച്ചു, എന്നാൽ കാലം അവനെ മറികടന്നു. ചേരന്മാർ ഒരു മഹത്തായ അധ്യായമായിരുന്നു. വ്യാപാരികളുടെ, യോദ്ധാക്കളുടെ, സംസ്കാരത്തിന്റെ പിൻഗാമികളുടെ കഥ. അവരുടെ പതനം ഒരു അന്ത്യമായിരുന്നില്ല, മറിച്ച് കേരളത്തിന്റെ പുതിയ തുടക്കങ്ങളുടെ ആരംഭമായിരുന്നു.